ശിവപുരാണത്തിലെ വിദ്യേശ്വര സംഹിത പൂർണ്ണമായി രുദ്രസംഹിതയിലേക്ക് പ്രവേശിച്ചു. വായുപുരാണം ഉപോദ്ഘാതപാദത്തിലെ സർഗ വിസർഗ ലക്ഷണോപേതമായിരിക്കുന്ന കഥകൾ പറഞ്ഞ് ദക്ഷയാഗം കഥ ശിവപുരാണത്തിലെയും മറ്റു പുരാണങ്ങളിലുമൊക്കെ ദക്ഷയാഗം കഥയിൽ വരുന്നതായ വ്യത്യാസം എന്ത് എന്നതിനെ കുറിച്ചൊക്കെ മനനം ചെയ്തുകൊണ്ട് നമ്മൾ മധ്യാഹ്ന സമയത്ത് പ്രഭാഷണം സമർപ്പിച്ചു. ഇന്ന് വൈകുന്നേരം നമ്മൾ മനനം ചെയ്യുന്ന രണ്ട് പുരാണങ്ങൾ, ഒന്ന് മത്സ്യപുരാണം, മറ്റൊന്ന് കൂർമ്മപുരാണം. നമ്മളിന്ന് വായുപുരാണത്തിൽ വായിച്ച സർഗ വിസർഗ ലക്ഷണോപേതമായ ദക്ഷയാഗം കഥ കൂർമ്മപുരാണത്തിലും മത്സ്യപുരാണത്തിലും വർണ്ണിക്കുന്നുണ്ട്. കഥയിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ആ കഥകളുടെ തുടർച്ചയായി നമുക്ക് കേൾക്കേണ്ടതെന്തോ അതിന് തുടക്കം കുറിച്ചുകൊണ്ട് സന്ധ്യാദേവിയുടെ ചരിത്രം മധ്യാഹ്നത്ത് സൂചിപ്പിക്കുകയുണ്ടായി. ആ സന്ധ്യാദേവി തപസ്സു ചെയ്ത് സാക്ഷാൽ ശ്രീ പരമശിവനെ പ്രത്യക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശിവപുരാണത്തിൽ ആ കഥ വിശദമാകുന്നത്. സാക്ഷാൽ ശ്രീ പരമശിവൻ സന്ധ്യാദേവിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ച സമയത്ത് സന്ധ്യാദേവി പറയുന്നത്, പുണ്യമായിരിക്കുന്നതായ കർമ്മങ്ങൾക്ക് സാക്ഷിയായി മാറണം. അതിനായി സന്ധ്യാദേവിയെ അനുഗ്രഹിച്ചുകൊണ്ട് ശ്രീ പരമേശ്വരൻ പറയുന്നു, ദേവി ഇവിടെ നിന്ന് ചന്ദ്രഭാഗ നദി കുറുകെ കടന്ന് അതിമഹത്തരമായിരിക്കുന്നതായ ഋഷ്യാശ്രമം കാണും. ആ ഋഷ്യാശ്രമത്തിൽ യാഗം നടക്കുന്നുണ്ട്. ആ യാഗ അഗ്നിയിലേക്ക് പ്രവേശിക്കുക എന്നാണ്. ചന്ദ്രഭാഗ നദി കുറുകെ കടന്ന സന്ധ്യാദേവി യാഗാഗ്നിയിൽ പ്രവേശിക്കുകയും യാഗാഗ്നിയിൽ നിന്ന് ഒരു പെൺകുഞ്ഞായി ജനിക്കുകയും ചെയ്തു. ആ പെൺകുഞ്ഞാണ് അരുന്ധതി എന്ന പേരിൽ വിഖ്യാതയായത്. മേധാതിഥി എന്ന മഹർഷീശ്വരൻ അരുന്ധതിയെ എടുത്തു വളർത്തി. പിന്നീട് ബ്രഹ്മാവിന്റെ നിർദ്ദേശപ്രകാരം മൈത്രാവരുണിയായി ജനിച്ച വസിഷ്ഠൻ മേധാതിഥിയുടെ ആശ്രമത്തിലെത്തുകയും അരുന്ധതിയെ കന്യാദാനമായി സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ വസിഷ്ഠ പത്നിയായി അരുന്ധതി ഗൃഹസ്ഥധർമ്മത്തിന്റെ പ്രവക്താവായി പരിണമിച്ചു. ശിവപുരാണത്തിൽ സതീദേവി പർവ്വതരാജാവിന്റെ പുത്രിയായി ജനിച്ച് തപസ്സു ചെയ്ത് ശ്രീ പരമേശ്വരനെ ഭർത്താവായി സ്വീകരിക്കുമ്പോൾ ആ വിവാഹ മുഹൂർത്തത്തിൽ വസിഷ്ഠപത്നിയായ അരുന്ധതി പാർവതീദേവിക്ക് ഗൃഹസ്ഥധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നുണ്ട്. പുരാണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഋഷിപത്നിമാരിലൂടെയാണ് ലോകത്തിലാകമാനം ഗൃഹസ്ഥധർമാനുഷ്ഠാനങ്ങൾ പ്രചരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാമായണത്തിൽ സീതാദേവിക്ക്
അത്രിപത്നിയായ അനസൂയയും അഗസ്ത്യപത്നിയായിരിക്കുന്ന ലോപാമുദ്രയും ഗൃഹസ്ഥധർമ്മം ഉപദേശിച്ചു കൊടുക്കുന്നത് കാണാം. അനസൂയയാണ് പാതിവൃത്യത്തിന്റെ മാഹാത്മ്യമൊക്കെ സീതാദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നത് വാൽമീകി രാമായണത്തിൽ. അതുകൊണ്ടായിരിക്കണം വൈദിക വിധിപ്രകാരമുള്ള വിവാഹങ്ങളിൽ വിവാഹം കഴിഞ്ഞ് വധുവിനെ ആകാശത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് അരുന്ധതി നക്ഷത്രത്തെ കാണിച്ചു കൊടുക്കുക എന്നൊരു ചടങ്ങുണ്ട്. സപ്തർഷി മണ്ഡലത്തിൽ ഈ സപ്തർഷി പത്നിമാരുടെ ദർശനങ്ങൾ എന്താണ് എന്ന് ബോധിപ്പിക്കുന്ന വിധം ഈ വൈദിക ചടങ്ങ് നടക്കുന്നത് തന്നെ ഈ പുരാണത്തിലെ ഗൃഹസ്ഥധർമ്മത്തിൻ്റെ പ്രചാരകർ സപ്തർഷികളും സപ്തർഷി പത്നിമാരുമാണ് എന്നതുകൊണ്ടായിരിക്കണം. ഇങ്ങനെ വായുപുരാണത്തിലും ശിവപുരാണത്തിലും വിശദീകരിച്ച ദക്ഷയാഗം കഥ ശിവപാർവതി വിവാഹത്തിന്റെ കഥയായി ശിവപുരാണം വളരെ വിസ്തരിച്ച് വർണ്ണിച്ച് പാർവതീഖണ്ഡം എന്ന് പറയുന്ന വളരെ വിശേഷപ്പെട്ട ഭാഗത്തിലൂടെ ഗൃഹസ്ഥധർമ്മങ്ങളെയൊക്കെ നമുക്ക് ഉപദേശിച്ചു തരുന്നു. അതിനുശേഷം വായുപുരാണം മന്വന്തരാദി ചരിതങ്ങളെ പറയാൻ തുടങ്ങും. ശിവപുരാണത്തിലാകട്ടെ ശിവപാർവതിമാർക്ക് ജനിക്കുന്ന സുബ്രഹ്മണ്യന്റെ കഥ വർണ്ണിക്കുന്നു. താരകാസുര കഥ. ഈ താരകാസുര കഥ വിശദമായി ശിവപുരാണം വർണ്ണിക്കുന്നത് പോലെ മത്സ്യപുരാണം വിശദീകരിക്കുന്നുണ്ട്. കൂർമ്മപുരാണത്തിലാണെങ്കിൽ പാർവതീദേവിയുടെ തപസ്സും ശിവനെ ഭർത്താവായി സ്വീകരിക്കുന്നതുമായ കഥയും വിശദീകരിക്കുന്നു ദക്ഷയാഗത്തിന് ശേഷം. അപ്പോൾ നമുക്ക് മത്സ്യപുരാണത്തെയും കൂർമ്മപുരാണത്തെയും ശിവമഹിമകൾ എങ്ങനെയാണ് അതിൽ വർണ്ണിച്ചിരിക്കുന്നത് എന്ന ഒരു അന്വേഷണത്തോടു കൂടി സമീപിക്കാം എന്ന് തോന്നുന്നു. ആദ്യം രണ്ട് പുരാണങ്ങളുടെയും പേരുകളുടെ സാങ്കത്യം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കുക. മത്സ്യകൂർമ്മ അവതാര സങ്കല്പങ്ങൾ സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെതാണ്. പക്ഷേ പത്മപുരാണം, വായുപുരാണം എന്നിവയൊക്കെ വർണ്ണിക്കുന്നത് പുരാണങ്ങളിൽ ശൈവ വൈഷ്ണവ തത്വങ്ങളെ സമന്വയിപ്പിച്ച് പറയുന്ന വളരെ വിശേഷപ്പെട്ടൊരു പുരാണമാണ് കൂർമ്മപുരാണം എന്നാണ്. അതിൻ്റെ കാരണം കൂർമ്മപുരാണത്തിലെ പൂർവ ഉത്തര ഭാഗങ്ങൾ, അതിൽ പൂർവഭാഗം ശിവനെ സംബന്ധിച്ച കഥകൾ, നേരത്തെ പറഞ്ഞ ദക്ഷയാഗം കഥ, അതേപോലെ തന്നെ ശിവമാഹാത്മ്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള മന്വന്തരാദി ചരിതങ്ങൾ എന്നിവയെല്ലാം വർണ്ണിക്കുന്നു. ഉത്തരഭാഗത്തിൽ ശിവസ്തുതികളും ഈശ്വരഗീതയും വർണ്ണിക്കുന്നതോടൊപ്പം വ്യാസഗീത വർണ്ണിക്കുന്നു. ഒപ്പം യദുവംശ പ്രകീർത്തനവുമുണ്ട്, വിഷ്ണുവിന്റെ മാഹാത്മ്യവും വർണ്ണിക്കുന്നുണ്ട്. കൂർമ്മപുരാണം ആരംഭിക്കുന്നത് സാക്ഷാൽ മഹാവിഷ്ണു കൂർമ്മമായി അവതരിച്ച് ദേവതകൾക്ക് കൂർമ്മപുരാണം വർണ്ണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ പാലാഴി മഥനമാണ് കൂർമ്മപുരാണത്തിലെ കഥ ആരംഭിക്കുന്ന പ്രകരണം. ദുർവാസാവിന്റെ ശാപത്താൽ ജരാനര ബാധിച്ച ദേവന്മാർ അമൃത് ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാന്റെ തന്നെ നിർദ്ദേശത്താൽ പാലാഴി മഥനം ആരംഭിച്ചു. മന്ഥരപർവ്വതത്തെ കടകോലാക്കി വാസുകിയെ കയറാക്കിക്കൊണ്ട്
അസുരന്മാരും ദേവന്മാരും ചേർന്ന് ഈ പാലാഴി മഥനം ചെയ്ത സമയത്ത് മന്ധരപർവ്വതം, കടകോലിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന മന്ധരപർവ്വതം ചടിയിൽ പൂണ്ടു. ആ മന്ധരപർവ്വതത്തെ പൃഷ്ഠത്തിൽ താങ്ങി നിർത്തുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ അവതാരം കൈക്കൊണ്ടത്, കൂർമ്മമായി. അങ്ങനെ അമൃതമഥനത്തിൽ നിന്നാണ് ഉച്ചൈശ്രവസ്, ഐരാവതം മുതലായവയൊക്കെ പൊങ്ങി വന്നത്. അതോടൊപ്പം ലോകത്തെ മുഴുവൻ തേജോമയമാക്കുന്ന സൗന്ദര്യഭാവത്തോടുകൂടി സാക്ഷാൽ മഹാലക്ഷ്മിയും ഉയർന്നു വന്നു. അപ്പോൾ മഹാവിഷ്ണു ഈ ലക്ഷ്മി ദേവിയെ എടുത്തുകൊണ്ട് വൈകുണ്ഠത്തിലേക്ക് പോയി. ലക്ഷ്മി പരിണയമായി. ശ്രീമദ് ഭാഗവതത്തിൽ ആ കഥ വർണ്ണിക്കുന്നുണ്ട്. ഭരണമാജ്യം കയ്യിലേന്തിക്കൊണ്ട് വന്നതായ മഹാലക്ഷ്മി അവിടെ ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെ തന്നെ നോക്കുന്നത് കണ്ട് പരിപൂർണനായ പുരുഷൻ ആര് എന്ന് അന്വേഷിച്ചു വന്നു. അപ്പൊ ശ്രീമദ് ഭാഗവതത്തിൽ മഹാലക്ഷ്മിയുടെ ഭാവം വർണ്ണിക്കുന്നു. ഒന്നിനും ഒരു പൂർണ്ണത കാണാനില്ല ദേവതകളിലൊന്നും. ആർക്കെങ്കിലും ധൈര്യമുണ്ടെങ്കിൽ അവർക്ക് ചിലർക്ക് ക്ഷമയില്ല. ക്ഷമയുള്ളിടത്ത് വീര്യമില്ല, വീര്യമുള്ളിടത്ത് ത്യാഗമില്ല. അപ്പോൾ എല്ലാം തികഞ്ഞ പരമപുരുഷഭാവം ഏത് എന്ന് ലക്ഷ്മി ദേവി നോക്കിയപ്പോൾ കണ്ടത് സാക്ഷാൽ നാരായണനിലാണ്. അങ്ങനെ തന്റെ വർണ്ണമാല്യം നാരായണന്റെ ഗളത്തിൽ ചാർത്തി എന്നും സാക്ഷാൽ ഭഗവാൻ ലക്ഷ്മി ദേവിയെ പരിണയിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി എന്നും. അങ്ങനെ ലോകത്തിൽ മുഴുവൻ ഐശ്വര്യം കളിയാടി എന്നും ഭാഗവതം പറയുന്നു. അപ്പോൾ ആ കഥയാണ് പൂർവ്വപുരാണത്തിൽ സൂചിപ്പിക്കുന്നത്. ദേവന്മാരെല്ലാവരും അമൃത് ലഭിച്ചു സന്തുഷ്ടരായി. പക്ഷേ എല്ലാവരെയും വിസ്മയിപ്പിച്ചൊരു കാര്യം, ഈ പാലാഴിയിൽ നിന്ന് ആവിർഭവിച്ചതായ മനോമോഹിനിയായ ഈ സ്ത്രീരൂപം ആരാണ് എന്ന്. ഇന്ദ്രാദി ദേവന്മാർ കൂർമ്മരൂപിയായ ഭഗവാനെ സ്തുതിക്കുന്നു. കൂർമ്മരൂപത്തിൽ സാക്ഷാൽ നാരായണൻ ദേവന്മാർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഇപ്പൊ ദേവന്മാര് ചോദിക്കുകയാണ്, അല്ലയോ ഭഗവാനെ, പാലാഴിയിൽ നിന്ന് ആവിർഭവിച്ചതായ വിശ്വോത്തരമായ ആ സൗന്ദര്യഭാവം അതാരാണ്? സ്വർഗത്തിൽ സ്വർഗലക്ഷ്മിയായി, രാജ്യലക്ഷ്മിയായി, വീര്യലക്ഷ്മിയായി, ധൈര്യലക്ഷ്മിയായി, വിജയലക്ഷ്മിയായി, ഭാഗ്യലക്ഷ്മിയായി, സന്താനലക്ഷ്മിയായി ലോകത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ആ ശക്തി ചൈതന്യത്തെ കുറിച്ച് ദേവന്മാര് ചോദിച്ചപ്പോൾ ഭഗവാൻ പറയുന്നു, അതെന്റെ മായാരൂപം തന്നെ. ജഗത്തിന്റെ മുഴുവൻ അമ്മയാണ് സാക്ഷാൽ ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കൂർമ്മപുരാണം ഈ ലക്ഷ്മിയുടെ പ്രാദുർഭാവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് പിന്നീട് വിസ്തരിക്കുന്ന എല്ലാ കഥകളിലും ഈ മായയുടെ പ്രഭാവത്തെ കുറിച്ച് പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ ദേവന്മാരുടെ ഈ ചോദ്യത്തിന് സാങ്കത്യം ഉണ്ടാകുന്നു. അപ്പൊ ഈ മായാ വൈഭവത്തെ കുറിച്ച്, സൃഷ്ടിയുടെ കാരണമായിരിക്കുന്ന മായാതത്വം, ജഗത്തിന്റെ മുഴുവൻ അമ്മയായ ലക്ഷ്മി ദേവി, ആ ലക്ഷ്മി ദേവിയുടെ ചരിതമായി തന്നെയാണ് ഈ ദർശനങ്ങളെല്ലാം പിന്നീട് വിസ്തരിക്കപ്പെടുന്നത്. അത് മറ്റു പുരാണങ്ങളിൽ നിന്ന് കൂർമ്മപുരാണത്തെ വ്യത്യസ്തമാണ്. ദേവന്മാര് പറഞ്ഞു ആ പ്രഭാവത്തെക്കുറിച്ച്, പ്രപഞ്ചത്തിന്റെ കാരണത്തെക്കുറിച്ച്, അങ്ങയുടെ ഈ കൂർമ്മരൂപത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്, അതിൽ ഉൾച്ചേർന്നിരിക്കുന്ന അന്തർദർശനത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാൽ. അപ്പൊ മഹാവിഷ്ണു പറയുന്നു, പണ്ട് ഇന്ദ്രദ്യുമ്നൻ എന്നു പേരുള്ള ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്നെ ഉപാസിച്ച് പിന്നീടുള്ള ജന്മത്തിൽ ഒരു ബ്രാഹ്മണനായി മാറി. ബ്രാഹ്മണനായ ആ ഇന്ദ്രദ്യുമ്നൻ യോഗോപാസനകളെ കൊണ്ട് പരമമായ ഭക്തിഭാവം കൈവന്ന് എന്നെ തന്നെ തപസ് ചെയ്തുകൊണ്ടിരുന്നു.
അദ്ദേഹത്തിന്റെ മുമ്പിൽ ഞാൻ കൂർമ്മരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു. പക്ഷെ അദ്ദേഹം ദർശിച്ചത് എന്നിലുള്ളതായ തേജോമയമായിരിക്കുന്ന ഒരു അംശത്തെയാണ്. ചുറ്റും പ്രകാശം വ്യാപിച്ചുകൊണ്ട് എന്നിൽ നിന്ന് ഉണർന്നൊഴുകുന്നതായ ആ തേജസ് എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു. അതിനെ തന്നെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം തപസ് ചെയ്തപ്പോൾ ആ തേജോരാശി സാക്ഷാൽ ലക്ഷ്മി സ്വരൂപം കൊണ്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ പ്രത്യക്ഷയായി. അപ്പോൾ ഈ ബ്രാഹ്മണൻ ഈ ലക്ഷ്മി ദേവിയോട് ചോദിച്ചു, അവിടുന്ന് ആരാണ്? അന്ന് ലക്ഷ്മി ദേവി ആ ഇന്ദ്രദ്യുമ്നന് മറുപടി കൊടുത്തു, ഞാൻ സാക്ഷാൽ ഭഗവാന്റെ തന്നെ അംശമാണ്, ഞാനും ഭഗവാനും രണ്ടും രണ്ടല്ല. ശ്രേയസ്സിന് വേണ്ടി അങ്ങ് ആ മഹാവിഷ്ണുവിനെ ശരണം പ്രാപിക്കുക, ആത്യന്തികമായിരിക്കുന്ന മുക്തി ആ ഭഗവാൻ നൽകും എന്ന് അനുഗ്രഹിച്ചു. ലക്ഷ്മി ദേവി ഭഗവാനിൽ തന്നെ വിലയം പ്രാപിച്ചു. ഏറെക്കാലത്തെ തപസ്സിനൊടുവിൽ ഞാൻ അദ്ദേഹത്തിന് പ്രത്യക്ഷനായി. അന്ന് കൂർമ്മരൂപിയായ ഞാൻ ആ ബ്രാഹ്മണന് ഒരു പുരാണം പറഞ്ഞു കൊടുത്തു. അതാണ് കൂർമ്മപുരാണം. ആ പുരാണത്തിന്റെ മഹിമാതിശയം കൊണ്ട് ജ്ഞാനമുണർന്ന എൻ്റെ ഭക്തൻ ഒരംശം കൊണ്ട് ഭൂമിയിൽ മന്വന്തരകാലം കഴിയുവോളം സർവൈശ്വര്യത്തോടുകൂടി ജീവിക്കുകയും ചെയ്തു. മറ്റൊരംശം കൊണ്ട് വൈകുണ്ഠ ലോകത്തിൽ വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ മഹാവിഷ്ണുവിനെ ഉപാസിക്കുന്നതിലൂടെ സർവൈശ്വര്യങ്ങളോടുകൂടി ഭൂമിയിൽ ചിരന്തരകാലം സർവസുഖങ്ങളും അനുഭവിച്ചുകൊണ്ട് വർത്തിക്കാം. അതിനായി ജ്ഞാനമുണരാൻ ഈ കൂർമ്മപുരാണം കേൾക്കണം എന്ന കൂർമ്മപുരാണത്തിന്റെ മാഹാത്മ്യം ഭഗവാൻ തന്നെ വിശദീകരിച്ചപ്പോൾ ദേവന്മാർക്കെല്ലാവർക്കും ആ കൂർമ്മപുരാണം കേൾക്കണമെന്നാഗ്രഹം. ഈ കഥ പറയുന്നത് നൈമിശാരണ്യത്തിൽ വെച്ച് സൂതൻ ഋഷീശ്വരന്മാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ്. അങ്ങനെ കൂർമ്മരൂപിയായ ഭഗവാൻ ദേവന്മാരെയൊക്കെ രസാതലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. രസാതലത്തിലാണ് കൂർമ്മരൂപിയുടെ ആവാസം. അവിടെ വെച്ച് അദ്ദേഹം ഇന്ദ്രദ്യുമ്നന് പണ്ട് പറഞ്ഞു കൊടുത്ത കൂർമ്മപുരാണത്തെ ഈ ദേവന്മാർക്കും ഉപദേശിച്ചു. കൂർമ്മപുരാണം ഇങ്ങനെ ആരംഭിക്കും. അപ്പൊ കൂർമ്മപുരാണം എന്ന പേര് വരാൻ കാരണം കൂർമ്മരൂപിയായ മഹാവിഷ്ണു ഉപദേശിച്ചു കൊടുത്തത് കൊണ്ട് അതിന് കൂർമ്മപുരാണം. 3 കാര്യങ്ങൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം. അതിന്റെ തുടക്കത്തിൽ കഥ പറയുന്നത് കൂർമ്മമാണ്. കഥ കേൾക്കുന്നത് ദേവന്മാരാണ്. ദേവന്മാർ അതിശയിച്ച് ഈ കഥയിലേക്ക് പ്രവേശിക്കാൻ കാരണമായത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമാണ്. ഇനി നമുക്ക് ഇതേ സമയത്ത് തന്നെ മത്സ്യപുരാണത്തിന്റെ തുടക്കത്തെയും ഒന്ന് കേൾക്കാം. മത്സ്യം ഒരു അവതാരമാണ്. ആ മത്സ്യാവതാരം ഉണ്ടായത് മന്വന്തരത്തിന്റെ അവസാന കാലഘട്ടത്തിലാണ്. ഓരോ മന്വന്തരത്തിന്റെ അവസാന കാലഘട്ടത്തിലും ഈ മത്സ്യാവതാരം ഉണ്ടാകുന്നു. എന്തിനു വേണ്ടി? അടുത്ത മന്വന്തരത്തിലേക്ക് വേണ്ടതായ അറിവുകളാകുന്ന വേദങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും സൃഷ്ടിപ്രക്രിയയിൽ ബ്രഹ്മാവിന് ഈ ജ്ഞാനമാകുന്നതായ ബീജങ്ങളെ സംരക്ഷിച്ച് നൽകുന്നതിന് വേണ്ടിയുമാണ് മത്സ്യാവതാരം ഉണ്ടായത്. മത്സ്യപുരാണം തുടങ്ങുന്നത് സത്യപ്രദൻ എന്ന മനുവിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. മക്കളെയൊക്കെ രാജ്യഭാരം ഏൽപ്പിച്ച് കാട്ടിൽ വാനപ്രസ്ഥ ധർമ്മങ്ങളനുസരിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മനു. ഈ സത്യപ്രദൻ ഒരു ദിവസം കുളിക്കാനായി കൃതമാല നദിയിൽ ഇറങ്ങി. കയ്യിൽ ജലമെടുത്തു. സന്ധ്യാവന്തനാദി ക്രിയകൾ ചെയ്യാൻ വേണ്ടി തർപ്പണത്തിനായി ജലം തർപ്പണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് കൈക്കുമ്പിൾ ജലത്തിൽ ഒരു മത്സ്യക്കുഞ്ഞ് മനുഷ്യഭാഷയിൽ സംസാരിച്ചു. അല്ലയോ രാജാവെ, എന്നെ ഉപേക്ഷിക്കരുതേ. അപ്പൊ മനു ചോദിച്ചു, ആരാണ് ഈ മനുഷ്യഭാഷയിൽ സംസാരിക്കുന്നുവല്ലോ? അപ്പൊ മത്സ്യക്കുഞ്ഞ് പറഞ്ഞു,
ഈ നദിയിൽ ഞാൻ ജനിച്ചു എന്ന് മാത്രം എനിക്കറിയാം. ഈ നദീതീരത്ത് അനവധി ശബരന്മാരുണ്ട്. അവര് വലയെറിഞ്ഞും ചൂണ്ടയിട്ടും മത്സ്യങ്ങളെ പിടിക്കുന്നവരാണ്. അവരുടെ കയ്യിൽപ്പെട്ടാൽ ഞാൻ മരിച്ചുപോകും. ഇനി അതുമല്ലെങ്കിൽ വലിയ മത്സ്യങ്ങൾ എന്നെ വിഴുങ്ങും. അതുകൊണ്ടല്ലയോ രാജാവേ എന്നെ രക്ഷിച്ചാലും എന്നാണ് മത്സ്യം പറഞ്ഞത്. സത്യവ്രതൻ വേഗം ആ മത്സ്യക്കുഞ്ഞിനെ തന്റെ കമണ്ടലിൽ ജലം നിറച്ച് അതിലാക്കി ആശ്രമത്തിലേക്ക് കൊണ്ടുപോയി ഒരു സ്ഥാനത്ത് വെച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും ശബ്ദം കേട്ട് രാജാവ് ചെന്ന് നോക്കിയപ്പോൾ ഈ മത്സ്യം വളർന്നു വലുതായി കമണ്ടലുവിൽ കൊള്ളാതായി. രാജാവ് എന്റെ ശരീരം ഈ കമണ്ടലുവിൽ കൊള്ളുന്നില്ല, എന്നെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റിയാൽ. അപ്പൊ രാജാവ് വലിയൊരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ മത്സ്യം അതിലും വലുതായി. രാജാവ് വേഗം ആ മത്സ്യത്തെ എടുത്ത് ആശ്രമത്തിന് മുന്നിലുള്ളതായ തടാകത്തിൽ, അതിലും മത്സ്യം വലുതായി. പുഴയിലിട്ടു, അതിലും മത്സ്യം വലുതായി. കടലിലിട്ടു. അതിൽ ഭീമാകാര ഭാവത്തെ പൂണ്ടു നിൽക്കുന്ന മത്സ്യമൂർത്തിയെ കണ്ട് രാജാവ് തൊഴുതുകൊണ്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? തീർച്ചയായും ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കാരണതത്വമായിരിക്കുന്ന നാരായണൻ തന്നെ എന്ന് ഞാൻ അറിയുന്നു. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയൊരു രൂപത്തിൽ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് എന്തിനാണെന്ന് കൂടി എനിക്ക് പറഞ്ഞു തരും. അങ്ങ് എന്തോ ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ പൂർത്തീകരിക്കാൻ ഞാൻ ഏത് വിധമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അവിടുന്ന് പറഞ്ഞു തന്നാലും ആ പ്രവർത്തിക്കാനുള്ളതായ ശക്തിയും അവിടുന്ന് തന്നെ എനിക്ക് അനുഗ്രഹിച്ചു നൽകണം. അപ്പോൾ മത്സ്യമൂർത്തിയായ ഭഗവാൻ പറഞ്ഞു, അല്ലയോ സത്യവ്രത, ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് 100 വർഷത്തോളം വേനലാണ്. ഈ പ്രപഞ്ചത്തിൽ സകല ജീവജാലങ്ങളും കടുത്ത ആ വേനലിൽ ചുട്ടെരിഞ്ഞ് ഇല്ലാതാവും. പിന്നീട് പ്രളയമുണ്ടാവും. 7 ദിവസം ഉഗ്രമായിരിക്കുന്ന മഴവിൽ പുഷ്കടാവർത്തകങ്ങൾ എന്ന് പേരുള്ളതായ പ്രളയമേഘങ്ങൾ ആകാശത്തിൽ നിറഞ്ഞ് വർഷിക്കും. ഭൂമിയിലെല്ലാം സമുദ്രത്തിനടിയിലാണ്. ആ സമയത്ത് ഭൂമിദേവി ഒരു നൗകയുടെ രൂപം ധരിച്ചൊരു തോണിയായി ഈ സമുദ്രത്തിൽ പൊങ്ങിക്കിടക്കും. ആ തോണിയിൽ 4 വേദങ്ങളും ഹൃദിസ്ഥരാക്കിയതായ ഋഷീശ്വരന്മാരുണ്ടാവും. അടുത്ത മന്വന്തരത്തിന്റെ തുടക്കത്തിന് വേണ്ട സൃഷ്ടി ബീജങ്ങളെല്ലാം അതിൽ സമാഹരിക്കപ്പെടും. വേദങ്ങളെ മത്സ്യരൂപത്തിൽ വീണ്ടെടുത്ത് അസുര നിഗ്രഹം ചെയ്ത് ഞാൻ ആ തോണിക്കരികിൽ പ്രത്യക്ഷനാവും. അന്ന് അനന്തനാകുന്ന കയറുകൊണ്ട് എൻ്റെ കൊമ്പിൽ ബന്ധിക്കും ആ തോണി. ആ തോണിയും വഹിച്ചുകൊണ്ട് ഞാൻ സഞ്ചരിക്കും. അന്ന് അങ്ങേക്ക് വരും കാലത്തിലെ മന്വന്തര ധർമ്മങ്ങൾ ഉപദേശിച്ചു തരും. അങ്ങാണ് അടുത്ത മന്വന്തരത്തിന്റെ അധിപൻ. ഇതാണ് ഭഗവാൻ കൊടുത്ത അനുഗ്രഹം. പ്രളയം വന്നു. ഭൂമിയിലേക്ക് ഒരു തോണിയായി സത്യവ്രതന്റെ മുൻപിൽ പ്രത്യക്ഷമായി. സത്യവ്രതൻ തോണിയിലേറി. മത്സ്യമൂർത്തി പ്രത്യക്ഷപ്പെട്ടു. ആ മത്സ്യമൂർത്തി പ്രളയ പയോധിയിലിങ്ങനെ ഭൂമിയാകുന്ന നൗകയും വഹിച്ചുകൊണ്ട് നീന്തി തുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോണിയിലിരിക്കുന്ന മനുവിന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളായി പറഞ്ഞുകൊടുത്ത യാതൊന്നുണ്ടോ അത് മത്സ്യപുരാണം എന്ന പേരിൽ അറിയപ്പെടും. 2 പുരാണങ്ങളുടെയും പ്രാരംഭം എങ്ങനെയാണ് എന്ന് നമ്മൾ കേട്ടു. ഇനി പൊതുവായി പുരാണങ്ങൾക്ക് പറയുന്നതായ ലക്ഷണങ്ങൾ, സർഗം, വിസർഗം, മന്വന്തരം, വംശം, ഈശാനചരിതം മുതലായിരിക്കുന്ന ലക്ഷണങ്ങളോടുകൂടിയ കഥകളാണ് 2 പുരാണങ്ങളിലും ഉള്ളത്. കഥകളിൽ എന്ത് വ്യത്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കടന്നു പോകണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ചില കഥകൾ മാത്രം ഞാൻ എടുത്ത് സൂചിപ്പിക്കാം. മത്സ്യപുരാണം മത്സ്യം പറഞ്ഞത്, കൂർമ്മപുരാണം കൂർമ്മം പറഞ്ഞത്, നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന വായുപുരാണമോ പാണ്ഡവരുടെ വംശത്തിൽ പരീക്ഷത്തിന്റെ പുത്രനായിരിക്കുന്ന ജനമേജയന്റെ പൗത്രനായ അസീമകൃഷ്ണൻ എന്ന രാജാവിന്റെ കാലഘട്ടത്തിൽ സൂതശൗനക സംവാദ രൂപത്തിലാണ് കലികാലത്ത് അത് പറയപ്പെട്ടത്. ആ പറഞ്ഞതായ
വായുപുരാണം ദൃഷദ്വതി നദിയുടെ തീരത്ത് വെച്ച് ഗൃഹപതി ചോദിച്ചപ്പോൾ ചോദ്യത്തിന് ഉത്തരമായി വായു ഭഗവാൻ മാതരീശ്വൻ എന്ന ഭാവത്തിൽ പറഞ്ഞു കൊടുത്തതാണ് വായുപുരാണം. അവിടെയും സർഗവിസർഗ ലക്ഷണോപേതമായ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ദക്ഷയാഗമാണ് പറഞ്ഞു നിർത്തിയത്. തുടർച്ച എന്ന വണ്ണം നമ്മൾ അരുന്ധതിയുടെ കഥ കൂടി ഇപ്പോൾ പീഠികയായി സൂചിപ്പിച്ചു. അത് സൂചിപ്പിക്കാൻ കാരണം ഗൃഹസ്ഥ ധർമ്മത്തിന്റെ മഹത്വം ലോകത്ത് വിശദമായത് ഈ സപ്തർഷിമാരിലൂടെയും സപ്തർഷി പത്നിമാരിലൂടെയും എന്ന തത്വം എല്ലാ പുരാണങ്ങളിലും ഉണ്ട് എന്ന് സൂചിപ്പിക്കാറുണ്ട്. കൂർമ്മപുരാണം പ്രത്യേകം ആ ഗൃഹസ്ഥ ധർമ്മത്തെ വിശദീകരിക്കുന്നത് ദക്ഷയാഗം കഥയുടെ തുടർച്ചയായിട്ടാണ്. ആദ്യം ഈ മനു മത്സ്യ സംവാദം വർണ്ണിച്ചതിന് ശേഷം മത്സ്യപുരാണത്തിൽ ഭൂമിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാൻ തുടങ്ങി. അപ്പോൾ ബ്രഹ്മാവിന്റെ സൃഷ്ടിയെക്കുറിച്ച് പറയണം. ഋഷിസർഗം, കുമാരസർഗം മുതലായിരിക്കുന്ന സർഗങ്ങൾ, സപ്തർഷികളുണ്ടായത്, സനകാദീശ്വരന്മാരുണ്ടായത്, ഇതെല്ലാം വിശദീകരിച്ച് സാക്ഷാൽ കാമദേവൻ ആവിർഭവിച്ചത്. ഈ ക്രമം തന്നെയാണ് കൂർമ്മപുരാണത്തിലും ശിവപുരാണത്തിലും വായുപുരാണത്തിലും ഇവിടെ ഇരിക്കുന്ന അഷ്ടാദശ പുരാണങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കുക സർഗത്തിന്റെ ക്രമം. പിന്നീട് മന്വന്തരാനുകീർത്തനം എന്ന് പറയുന്ന ലക്ഷണത്തോടുകൂടി കഥകളാണ് മത്സ്യപുരാണം വർണ്ണിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാനമായും ഓരോ മന്വന്തരത്തിന്റെയും അധിപതികളെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ നാം ജീവിക്കുന്നത് 7ാമത്തെ മന്വന്തരത്തിലാണ്. 6ാമത്തെ മന്വന്തരത്തിന്റെ അവസാനത്തെ രാജാവായിരുന്നു ഈ കഥ കേൾക്കുന്ന സത്യപ്രദൻ. അദ്ദേഹമാണ് ഇപ്പോൾ വൈവസ്വത മനുവായി 7ാം മന്വന്തരത്തിന്റെ അധിപനായി വർത്തിക്കുന്നത്. മത്സ്യമൂർത്തി ഈ 6ാം മന്വന്തരത്തിന്റെ അവസാനം സത്യപ്രദന് ഉപദേശിച്ചു കൊടുത്ത വർണ്ണാശ്രമ ധർമ്മങ്ങളും അതേപോലെ തന്നെ ദർശനങ്ങളുമാണ് ഇപ്പോൾ ഈ മന്വന്തരത്തിന്റെ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതിനെയാണ് നമ്മൾ മനുസ്മൃതി എന്ന് പൊതുവെ വിളിക്കുന്നത്. മനുസ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനു ഉപദേശിച്ച സ്മൃതി ധർമ്മങ്ങൾ, അതിനെയാണ് മനുസ്മൃതി എന്ന്. നമ്മളിപ്പോൾ മനുസ്മൃതി എന്ന് കേൾക്കുമ്പോൾ അതിനെ ഒരു പുസ്തകമായിട്ടാണ് കാണുന്നത്. മനുസ്മൃതി എന്നതൊരു പുസ്തകമല്ല. ഒരു മന്വന്തര കാലഘട്ടത്തിലെ മനുഷ്യ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന സാമൂഹിക വ്യവസ്ഥകളെ താളാത്മകമാക്കുന്ന നിയമങ്ങളാണ്. ആ നിയമങ്ങളോ അഹിംസ, സത്യം, അസ്തേയം എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതാണ്. വളരെ ലളിതമായിരിക്കുന്നതായ ഒരു ദാർശനിക പാരമ്പര്യത്തിന്റെ വിവരണമാണ് ഈ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് മത്സ്യപുരാണം. അപ്പോൾ ഓരോ മന്വന്തരത്തിലും ഈ വർണ്ണാശ്രമ ധർമ്മങ്ങളിൽ ചില ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ മന്വന്തരം എന്ന് പറയുന്നത് യുഗങ്ങളുടെ ആവർത്തനമായതുകൊണ്ട് നമ്മളിപ്പോൾ 7ാം മന്വന്തരത്തിലെ ധർമ്മങ്ങളെ കുറിച്ച് മാത്രം വേണ്ടതുപോലെ മനസ്സിലാക്കിയാൽ മതി എന്നുള്ളത് കൊണ്ടായിരിക്കണം പുരാണങ്ങളെല്ലാം 7ാം മന്വന്തരത്തിലെ ഈ മനുവിന് മത്സ്യമൂർത്തി ഉപദേശിച്ചു കൊടുത്ത വർണ്ണാശ്രമ ധർമ്മങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാ പുരാണങ്ങളിലും ഈ വർണ്ണാശ്രമ ധർമ്മ നിയമങ്ങൾ വിവരിക്കുന്നത്. അപ്പോൾ മത്സ്യപുരാണത്തിന്റെ പ്രസക്തി എന്താണ്? പുരാണങ്ങളെല്ലാം തന്നെ ഈ സ്മൃതിധർമ്മങ്ങളെ ഉപദേശിച്ചു തരുന്നതാണ് എങ്കിൽ ആ സ്മൃതിധർമ്മങ്ങളുടെ അടിസ്ഥാന തത്വങ്ങളെ വിശദീകരിക്കുന്നവയാണ് മത്സ്യപുരാണം. വൈവസ്വത മനുവിന്റെ വംശപരമ്പര പിന്നീട് പറയാൻ തുടങ്ങുന്നു. ഇക്ഷ്വാകു, തിഷ്ടൻ, ദൃഷ്ടൻ, ഗരുഷൻ മുതലായിരിക്കുന്ന രാജവംശ പരമ്പരയിലേക്ക് ആ കഥ പരിണമിച്ച് ഭൂമിയിൽ ജനിച്ച് കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യരെല്ലാവരും ആ ജീവാത്മാവ് പുണ്യകർമ്മങ്ങളുടെ ഫലമായി ജന്മാന്തരങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എത്തിച്ചേരുന്ന ഇടമാണ് പിതൃലോകം എന്ന് പറഞ്ഞുകൊണ്ട് പിതൃലോകത്തെ വർണ്ണിക്കുകയാണ്.
പിന്നീട് ശ്രാദ്ധക്രിയകളെ കുറിച്ച് വിശദീകരിക്കും. മരിച്ചുപോയവർക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്നവർ ശ്രദ്ധയോടെ ചെയ്യുന്നതായ കർമ്മങ്ങളാണ്. ആ മരിച്ചുപോയവർ ബാക്കി വെച്ചത് എന്തോ അതിനെ പൂർത്തീകരിച്ച് അവർക്ക് പുണ്യലോകങ്ങളെ പകർന്നു കൊടുക്കാൻ വേണ്ടി ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവർ ചെയ്യേണ്ട ക്രിയകളാണ് ശ്രാദ്ധക്രിയകൾ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രാദ്ധത്തിന്റെ വളരെ പ്രാധാന്യത്തോടു കൂടിയുള്ള വിവരണം നമുക്ക് മത്സ്യപുരാണത്തിൽ കാണാം. പ്രാധാന്യത്തോടുകൂടി വിവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രാദ്ധത്തിലെ എല്ലാ ക്രിയാംഗങ്ങളും മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടുന്ന ക്രിയാംഗങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ വിവരണം എന്നത് ശ്രദ്ധേയമാണ്. സപിണ്ഡീകരണം മുതലായിരിക്കുന്നതായ എല്ലാ കാര്യങ്ങളെയും വിശദമാക്കുന്നു. പിന്നീട് ഈ ജന്മാന്തര ഗതിയുടെ മഹത്വത്തെ വ്യക്തമാക്കുന്നതിന് വേണ്ടി വളരെ പ്രധാനപ്പെട്ട ഒരു കഥ വർണ്ണിക്കുകയാണ്. കഥയല്ല, സംവാദമാണ്. പക്ഷെ ആ സംവാദം എന്ന് പറയുന്ന ഒരു കഥയാണ്. 18 അധ്യായങ്ങളിലൂടെ യയാതി ചരിത്രം. മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ 50ഓളം അധ്യായങ്ങളിലൂടെയാണ് യയാതി സംവാദങ്ങളൊക്കെ വിശദീകരിച്ച് കടന്നു പോകുന്നത്. അത്രയും പ്രാധാന്യത്തോടുകൂടി പുരാണങ്ങൾ പറയുന്ന ഒന്നാണ് യയാതി ചരിത്രം. അതിന്റെ കാരണം യയാതി ചരിതം വളരെ വിശേഷമായിരിക്കുന്നതായ ചില മനുഷ്യന്റെ സങ്കല്പങ്ങൾക്ക് അതീതമായ ചില കാര്യങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് യയാതിയുടെ കഥ. ഇത് വേദത്തിലും പ്രകീർത്തിതമാണ് എന്നതാണ് പ്രസക്തം. മാത്രമല്ല, എല്ലാ പുരാണങ്ങളിലും യയാതി ചരിതത്തിന് ഇത്രയും പ്രാധാന്യം വരാൻ കാരണം സൂര്യവംശ ചരിത്രം, പുരുവംശ ചരിത്രവും യദുവംശ ചരിത്രവും ഒക്കെയായി പരിണമിക്കുന്നത് യയാതിയുടെ കഥയിലൂടെയാണ്. അപ്പൊ സൂര്യചന്ദ്ര വംശങ്ങളാകുന്ന 2 വംശങ്ങൾ പിന്നീട് ശാഖകളായി വളരെ വിശേഷപ്പെട്ട പാണ്ഡുവിന്റെ വംശം, കൃഷ്ണൻ ജനിച്ച യാദവ വംശം, അതുപോലെ പാണ്ഡ്യചോള ദ്രവിഡ ദേശങ്ങളിലുള്ളതായ തുർവസു മുതലായിരിക്കുന്നവരുടെ വംശങ്ങൾ ഒക്കെയായി പരിണമിക്കുന്ന ഈ യയാതിയുടെ കാലത്താണ്. അപ്പൊ വംശാനുകീർത്തനം എന്ന് പറയുന്ന കഥാഭാഗങ്ങൾ പറയണമെങ്കിൽ യയാതിയുടെ കഥ പറയണം. പക്ഷെ മത്സ്യപുരാണത്തിൽ വംശാനുകീർത്തനത്തിന് വേണ്ടി അല്ല യയാതിയുടെ കഥ പറയുന്നത്. പകരം ശ്രാദ്ധക്രിയകളെ കുറിച്ച് പറഞ്ഞ് അതിന്റെ തുടർച്ചയായി ജീവഗതിയുടെ മഹത്വത്തെ കുറിച്ച് വിശദീകരിക്കാനാണ് അത് പറയുന്നത്. യയാതി അദ്ദേഹത്തിന്റെ 2 പത്നിമാരായി, ശർമിഷ്ഠയും ദേവയാനി. 2 പത്നിമാർ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ളതായ കാരണവും കഥയായി പറയുന്നത്. ഒരിക്കൽ യയാതി നായാട്ടിനായി കാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, കാട്ടിലൂടെ അദ്ദേഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കരച്ചിൽ കേട്ടു. അദ്ദേഹം അന്വേഷിച്ച് ചെന്നു നോക്കിയപ്പോൾ ഒരു കിണറിന്റെ ഉള്ളിൽ നിന്നാണ് ഈ കരച്ചിൽ കേൾക്കുന്നത്. കാടിനുള്ളിലെ ഒരു കിണർ, ഉപയോഗശൂന്യമായ ഒരു കിണർ. യയാതി എത്തി നോക്കിയപ്പോൾ ആ കിണറിന്റെ ഉള്ളിൽ ഒരു പെൺകുട്ടി കിടന്നു. യയാതി വേഗം തന്റെ ഉത്തിരീയം ഇട്ടുകൊടുത്തും വള്ളി ഇട്ടുകൊടുത്തും ആ പെൺകുട്ടിയെ കിണറ്റിൽ നിന്ന് കരകയറ്റി, കൈ പിടിച്ച് കരകയറ്റി. ആ പെൺകുട്ടിയുടെ പേര് ദേവയാനി എന്നായിരുന്നു. യയാതി ചോദിക്കുന്നു, അവിടുന്ന് ആരാണ്? അപ്പൊ പറയുന്നു, ഞാൻ ദേവയാനി, ശുക്രാചാര്യരുടെ മകളാണ്. അങ്ങ് എന്റെ കൈ പിടിച്ചില്ലേ, അങ്ങ് തന്നെ എന്റെ ഭർത്താവാകണം. ഞാൻ മനസ്സുകൊണ്ട് അങ്ങയെ ഭർത്താവായി സ്വീകരിച്ചു കഴിഞ്ഞു. യയാതി ചോദിച്ചു, ദേവി എങ്ങനെയാ ഇവിടെ എത്തിയത്? അതിന്റെ കാരണം എന്റെ തോഴിയായ ശർമിഷ്ഠയാണ്. ശർമിഷ്ഠയുമായി ഉണ്ടായതായ ഒരു തർക്കം. എന്താ തർക്കം? തടാകത്തിന്റെ തീരത്ത് ഈ ദേവയാനിയും
ശർമ്മിഷ്ഠാമുതലായിരിക്കുന്ന തോഴിമാരും വസ്ത്രങ്ങളൊക്കെ അഴിച്ചു വെച്ച് തടാകത്തിലിറങ്ങി കുളിക്കുകയായി. കുളിയൊക്കെ കഴിഞ്ഞ് കരയ്ക്ക് കയറാൻ നേരത്ത് പെട്ടെന്ന് കാറ്റ് വീശി ഈ വസ്ത്രങ്ങളൊക്കെ ആകെ പാറിപ്പറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി. ആ സമയത്ത് ശർമ്മിഷ്ഠ വേഗം എടുത്ത് ചുറ്റിയ വസ്ത്രം ദേവയാനിയുടേതും ദേവയാനി എടുത്ത് ചുറ്റിയ വസ്ത്രം ശർമ്മിഷ്ഠയുടേതുമായി. ശർമ്മിഷ്ഠ വൃഷപ്രഭാവ് എന്നു പേരുള്ള രാജാവിന്റെ പുത്രിയാണ്. അപ്പൊ ശർമ്മിഷ്ഠയ്ക്ക് ഇത്തിരി ഔദ്ധത്യം കൂടുതലാണ്. ദേവയാനിയോ ശുക്രാചാര്യരുടെ പുത്രിയാണ്, പുരോഹിതന്റെ പുത്രിയാണ്, മറ്റത് രാജാവിന്റെ പുത്രിയാണ്. അപ്പോ ശർമ്മിഷ്ഠ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെ പോലെയുള്ളതായ സ്ത്രീകള് അച്ഛന്റെ സ്വഭാവം നീയും കാണിക്കുമല്ലോ. രാജാവിന്റെ സൽക്കാരങ്ങൾ കിട്ടിക്കൊണ്ടാണല്ലോ നിന്റെ അച്ഛൻ സുഖമായിട്ട് ജീവിക്കുന്നത്. അതുകൊണ്ടായിരിക്കണം രാജവേഷത്തോട് നിനക്ക് ഇത്ര ഇഷ്ടം തോന്നിയത്. അത് കേട്ടപ്പോ ദേവയാനിക്ക് ദേഷ്യം വന്നു. ദേവയാനി പറഞ്ഞു, നിന്റെ അച്ഛന്റെ ഔദാര്യം കൊണ്ടൊന്നും അല്ല എന്റെ അച്ഛൻ കഴിയുന്നു. പുരോഹിതനേക്കാൾ അത്രയും വലിയ ശ്രേഷ്ഠനായി രാജാവിനെ നീ കൽപ്പിക്കണ്ട. പുരോഹിതന് ഇല്ലെങ്കിൽ രാജാവിന് രാജ്യം ഭരിക്കാൻ സാധിക്കുകയില്ല. കാരണം രാജാവിന് ധർമ്മ നിയമങ്ങളെ ഉപദേശിച്ചു കൊടുത്ത് രാജ്യരക്ഷ ഉറപ്പാക്കുന്നത് 4 വേദങ്ങളും അറിയുന്ന ആ ഗുരുവിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ഗുരുവിന്റെ അനുഗ്രഹമില്ലാതെ ഇന്നേ വരെ ഒരു രാജാവും വേണ്ടതുപോലെ രാജ്യം ഭരിച്ചിട്ടില്ല എന്ന് ദേവയാനി മറുപടി പറഞ്ഞു. രണ്ടുപേരും തർക്കമായി. രാജാവാണോ ഗുരുവാണോ ശ്രേഷ്ഠൻ എന്ന തർക്കത്തിൽ നിന്ന് ഞാനാണോ നീയാണോ ശ്രേഷ്ഠ എന്ന തർക്കത്തിലേക്ക് എത്തി. തർക്കം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളതായ ബലപ്രയോഗമായി. മുടി പിടിച്ചു വലിച്ചു, കൈ പിടിച്ച് ഒടിച്ചും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടാൻ തുടങ്ങി ദേവയാനിയും ശർമ്മിഷ്ഠയും. അവരുടെ പ്രായവും അതായിരുന്നു. ബാക്കിയുള്ള തോഴിമാരൊക്കെ ഒന്നും മിണ്ടാതെ പേടിച്ച് അവിടുന്ന് പോയി. ശർമ്മിഷ്ഠ എന്ത് ചെയ്തു? ഈ ദേവയാനിയെ ബലമായി പിടിച്ച് കാടിനുള്ളിലേക്ക് വലിച്ചെടുച്ചു കൊണ്ടുപോയി കാടിനുള്ളതായ കിണർ കണ്ടപ്പോൾ ആ കിണറ്റിനുള്ളിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് ശർമ്മിഷ്ഠയുടെ വഴിക്ക് പോയി. ദേവയാനി ആ കിണറ്റിൽ കിടന്ന് കരയാൻ തുടങ്ങി. ആ കരയുന്ന സമയത്താണ് യയാതിയുടെ വരവും യയാതി ദേവയാനിയെ രക്ഷിച്ചതും. ദേവയാനി നേരെ തൻ്റെ അച്ഛൻ്റെ അരികിലെത്തി, ശുക്രാചാര്യരുടെ അരികിലെത്തി. ഉണ്ടായ കാര്യങ്ങളൊക്കെ ശർമ്മിഷ്ഠയെ കിണറ്റിൽ തള്ളിയിട്ടു. അവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു, രാജാവാണ് ശ്രേഷ്ഠൻ, ഗുരു രാജാവിൻ്റെ സേവകനാണ്, രാജാവ് കൊടുക്കുന്ന ഭിക്ഷ കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ശുക്രാചാര്യരും ശുക്രാചാര്യരുടെ മകളും എന്നൊക്കെയുള്ള രീതിയിൽ പരാമർശിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ ശുക്രാചാര്യർക്ക് ദേഷ്യം വന്നു. ശുക്രാചാര്യർ നേരെ വൃഷപ്രഭാവിന്റെ അടുത്തെത്തി വൃഷപ്രഭാവിനെ ശപിക്കാനായിരുന്നു. ഇപ്പൊ വൃഷപ്രഭാവ് വേഗം ശുക്രാചാര്യരുടെ കാൽക്കൽ വീട് പറഞ്ഞു, എൻ്റെ മകൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അറിവില്ലായ്മ കൊണ്ടാണ് എന്ന് മനസ്സിലാക്കി അങ്ങ് പൊറുക്കണം, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ശുക്രാചാര്യർ പറഞ്ഞു, എന്നോട് ചോദിക്കണ്ട, നിന്റെ മകൾ എൻ്റെ മകളോടാണ് അഹിതം പറഞ്ഞത്, അതുകൊണ്ട് ഇതിന്റെ തീരുമാനം എൻ്റെ മകൾ എടുക്കട്ടെ. ശർമ്മിഷ്ഠയാണെങ്കിലോ തൻ്റെ അച്ഛൻ ഗുരുവിനാൽ ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടു എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശർമ്മിഷ്ഠ പറഞ്ഞു, ഞാൻ കാരണം ഈ രാജ്യത്തിനൊരു ദോഷമുണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ദേവയാനി എന്താണോ പറയുന്നത് ഞാൻ അതനുസരിക്കാം. എനിക്ക് അപ്പം തോന്നിയ ദേഷ്യം കൊണ്ട് ഞാൻ പലതും ചെയ്തു പോയി, അരുതാത്തതായിരുന്നു. എന്ത് പ്രായശ്ചിത്തം വേണമെങ്കിലും ഞാൻ ചെയ്യാമെന്ന് ശർമ്മിഷ്ഠയും പറഞ്ഞു. അപ്പൊ ദേവയാനി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നീ എൻ്റെ തോഴിയാകട്ടെ. നീ അങ്ങനെയല്ലേ പറഞ്ഞത്? രാജാവിന്റെ സേവകനാണ് ഗുരു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഗുരുപുത്രിയായി എൻ്റെ സേവകയായി തീരുക, നീ എന്നെ ശുശ്രൂഷിച്ച് നീ കഴിയണം എന്നാണ് ദേവയാനി ശർമ്മിഷ്ഠയോട് ആവശ്യപ്പെട്ടത്. മാത്രമല്ല ദേവയാനി തൻ്റെ അച്ഛൻ്റെ അരികത്ത് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒരു ഭർത്താവിനെ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആരും വേണ്ട, യയാതി മതി. കാരണം എൻ്റെ കൈ പിടിച്ച് എന്നെ രക്ഷിച്ചത് യയാതിയാണ്. ശുക്രാചാര്യ യയാതിയെ വിളിപ്പിച്ചു.
കാര്യങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞപ്പോൾ യയാതിക്കും സമ്മതമായിരുന്നു. ദേവയാനി സുന്ദരിയാണ്. കന്യാദാനമായി ദേവയാനിയെ സ്വീകരിച്ചു. ദേവയാനിയെ യയാതിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്ന സമയത്ത് ദേവയാനിയുടെ തോഴിയായ ശർമ്മിഷ്ഠയെയും ഈ യയാതിയുടെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയച്ചു. ശർമ്മിഷ്ഠ വൃഷഭർമാവിന്റെ പുത്രിയാണ്, ക്ഷത്രിയ സ്ത്രീയാണ്. യയാതി ക്ഷത്രിയനാണ്, ദേവയാനി ബ്രാഹ്മണ സ്ത്രീയാണ്. സാമർഥ്യം ക്ഷത്രിയ സ്ത്രീകൾക്ക് ഇത്തിരി കൂടും. സ്വാഭാവികമായും യയാതിയുടെ കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ശർമ്മിഷ്ഠയ്ക്ക് താമസിക്കാൻ പ്രത്യേകമായ ഒരു അന്തഃപുരമൊക്കെ ഒരുക്കി കൊടുത്തു. യയാതിക്ക് ശർമ്മിഷ്ഠയോട് പ്രണയം തോന്നി. ദേവയാനിയിൽ യയാതിക്ക് 2 മക്കൾ ജനിച്ചു. ഒന്ന് യദു, മറ്റൊന്ന് അനു. അങ്ങനെ 2 മക്കളെയും ശുശ്രൂഷിച്ച് സന്തോഷിച്ച് ദേവയാനി കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം മക്കൾ ഉദ്യാനത്തിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പിന്നാലെ ദേവയാനി ചെന്ന് അവരുടെ കളികളൊക്കെ നോക്കി കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വേറെ 3 കുട്ടികൾ അവിടെ ഓടിക്കളിക്കും. ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പൊ ദേവയാനി ചോദിച്ചു, ആരാ നിങ്ങൾ ചോദിച്ചു. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞു, ഞങ്ങള് യയാതിയുടെ മക്കളാണ്. ഇത് കേട്ടപ്പോ ദേവയാനിക്ക് ആകെ അത്ഭുതമായി. യയാതിയുടെ മക്കൾ, ആരാ നിങ്ങളുടെ അമ്മ ചോദിച്ചു. ശർമ്മിഷ്ഠ. ദേവയാനി കുപിതയെ തന്നെ വഞ്ചിച്ചിരിക്കുന്നു രാജാവ്. തന്റെ തോഴിയായ ശർമ്മിഷ്ഠയെ തന്റെ സപത്നിയാക്കി മാറ്റി. ദേവയാനി വേഗം തന്നെ ശുക്രാചാര്യരുടെ അരികത്തെത്തി സങ്കടം. ശുക്രാചാര്യര് മകളുടെ ദുഃഖം കേട്ട് കഴിഞ്ഞപ്പോ ഒന്നും ആലോചിച്ചില്ല, യയാതിയെ ശപിച്ചു. നീ പടുബുദ്ധനായി തീരട്ടെ എന്നായിരുന്നു ശാപം. ശാപം കിട്ടിക്കഴിഞ്ഞപ്പോ യയാതി മഹർഷീശ്വരന്റെ കാൽക്കൽ വീണിട്ട് പറഞ്ഞു, ക്ഷത്രിയന് വിവാഹം കഴിക്കുക എന്നത്, അന്തഃപുരത്തിൽ 1 2 ധർമ്മപത്നിമാരുണ്ടാവുക എന്നത് ഒരു അധർമ്മമല്ലല്ലോ. അങ്ങീ ശപിച്ചത് അകാലത്തിൽ ജീവിതത്തിലെ സുഖങ്ങളൊക്കെ അനുഭവിക്കേണ്ടതായി ഈ സമയത്ത് തന്നെ അകാലത്തിൽ വാർദ്ധക്യം പിടിപെടുക എന്നുള്ളത് അത് മരണത്തിന് തുല്യമാണ്. എന്നെ ഈ ശാപത്തിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് കാല് പിടിച്ച് യയാതി കരുതു. അപ്പോൾ ശുക്രാചാര്യര് ശാപം തിരിച്ചെടുക്കാൻ പറ്റില്ല, പക്ഷെ ഒരു കാര്യം ചെയ്യാം. അങ്ങേക്ക് ലഭിച്ചതായി ഈ വാർദ്ധക്യം അങ്ങയുടെ മക്കൾക്ക് ആർക്കെങ്കിലും കൊടുത്ത് ആ മക്കളുടെ യൗവനം അങ്ങേക്ക് സ്വീകരിക്കാം. ഇങ്ങനെ ഒരു അനുഗ്രഹമാണ്. യയാതി കൊട്ടാരത്തിൽ വന്ന് ചിന്താമഗ്നായി തന്റെ മക്കളെ അരികത്ത് പിടിച്ചു. അപ്പൊ ദേവയാനിയുടെ മക്കളായ യദു, അനു, ശർമ്മിഷ്ഠയുടെ മക്കളായ ദൃഹ്യു, തുർവസു, പുരു 5 പേരെയും മുമ്പിൽ നിർത്തി യയാതി ചോദിച്ചു, എനിക്ക് പകാലത്തിൽ വാർദ്ധക്യം പിടിപെട്ടിരിക്കുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ വാർദ്ധക്യത്തെ ഏറ്റെടുത്ത് കുറച്ചു കാലം എനിക്ക് യൗവനയുക്തനായി ഈ രാജ്യത്തെ ഭരിക്കാനുള്ളതായ അവസരമൊരുക്കുകയാണെങ്കിൽ സന്തോഷമായി. അങ്ങനെയാണ് ശുക്രാചാര്യർ പറഞ്ഞത്, മറ്റാർക്കെങ്കിലും വാർദ്ധക്യത്തെ കൊടുത്ത് യൗവനം ഏറ്റുവാങ്ങാമെന്ന്. ഇത് കേട്ടപ്പോൾ യദു പറഞ്ഞു, ഇതെങ്ങനെ ന്യായമാവും, ഇതെങ്ങനെ ധർമ്മമാവും? അങ്ങയുടെ സുഖങ്ങൾ അനുഭവിച്ച് മതിവരാത്തത് കൊണ്ട് എനിക്ക് യൗവനം തരണം എന്നാണ് അങ്ങ് ആവശ്യപ്പെടുന്നത്. ഞങ്ങളും യൗവനയുക്തരല്ലേ? ഒരിക്കലും ഇത് നീതിയല്ല. മക്കളുടെ യൗവനം അച്ഛൻ ഏറ്റെടുക്കുക, അച്ഛന്റെ വാർദ്ധക്യം മക്കൾ ഏറ്റെടുക്കുക എന്നത് ധർമ്മമല്ല എന്നായിരുന്നു യദുവിന്റെ ആദർശം. അനുവും ദ്രുഹ്യവും തുർവസുവും ഓരോ കാരണം പറഞ്ഞ് അച്ഛൻ്റെ ഈ നിർദ്ദേശം അനുസരിച്ചില്ല. പക്ഷേ ഏറ്റവും താഴെയുള്ളവനായ പുരു
അച്ഛൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എൻ്റെ യൗവനം ഞാൻ അങ്ങേക്ക് തരാം, അങ്ങയുടെ വാർദ്ധക്യം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം, അങ്ങ് മതിയാവോളം വേണ്ടതുപോലെ ഈ രാജ്യത്തെ ഭരിച്ച് സുഖങ്ങൾ അനുഭവിച്ചു കൊള്ളുക. പുരു ഇത്രയും പറഞ്ഞ് അച്ഛൻ്റെ വാർദ്ധക്യം സ്വീകരിച്ച് തീർത്ഥാടനത്തിന് യാത്ര ചെയ്തു. യയാതി തന്നെ അനുസരിക്കാത്ത 4 പേരെയും ശപിച്ചു. നിങ്ങളുടെ 4 പേരുടെയും വംശം കുറ്റിയേറ്റു പോകട്ടെ. പുരുവിനെ അനുഗ്രഹിക്കുകയും ചെയ്തു. നിന്റെ വംശം ആചന്ദ്രകാലം നിലനിൽക്കട്ടെ. പക്ഷെ ഈ ശാപവും ഈ അനുഗ്രഹവും വരുന്നത് കാലങ്ങൾക്ക് ശേഷമാണ്. യയാതി പിന്നെയും ദേവയാനിയോടും ശർമ്മിഷ്ഠയോടുമൊപ്പം അനവധി കാലം സുഖമായി ജീവിച്ചു. അപ്പോൾ ഈ കഥയിൽ ഒരു ചോദ്യമുണ്ട്. യയാതിക്ക് മാത്രമല്ലേ യൗവനം കിട്ടിയത്? ദേവയാനിക്കും ശർമ്മിഷ്ഠയ്ക്കും യൗവനം കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ രാജാവ് നല്ല യൗവനയുക്തനായിരിക്കുമ്പോൾ ഈ ദേവയാനിയും ശർമ്മിഷ്ഠയും വൃദ്ധരായി തീരുകയില്ലേ എന്നൊരു ചോദ്യം പലർക്കും ഉണ്ടാവും. മനുഷ്യന്റെ വളരെ പരിമിതമായ ബുദ്ധി അനുസരിച്ച് ചിന്തിച്ച് ഇത്തരം ചോദ്യങ്ങൾ പുരാണത്തോട് ചോദിച്ച് അതിൽ നിന്ന് സ്വന്തം യുക്തി എന്ന രീതിയിൽ പലതും കണ്ടെത്തി ആ പുരാണ കഥകളെ വളച്ചൊടിച്ച് പലരും ആധുനിക സാഹിത്യങ്ങളാക്കി മാറ്റി. അങ്ങനെ ആധുനിക സാഹിത്യങ്ങളാക്കി മാറ്റിയിട്ട് യയാതി ആ നാട്ടിലുള്ളതായ രാജ്യത്തിലുള്ളതായ സകല സ്ത്രീകളെയും വിവാഹം കഴിച്ചു എന്നും അവരിലൊക്കെ മക്കളുണ്ടായി എന്നും അവസാനം ഒടുവിൽ യയാതിയുടെ മുമ്പിലേക്ക് അതിസുന്ദരിയായ ഒരു സ്ത്രീ വന്നു. അവളോട് കാമം തോന്നിയ യയാതിക്ക് പിന്നീട് മനസ്സിലായി അവൾ തന്റെ സ്വന്തം മകൾ തന്നെയാണെന്ന് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞുള്ള നോവലുകളും കഥകളും ഒക്കെ എഴുതി അതിനൊക്കെ വലിയ പുരസ്കാരങ്ങളൊക്കെ കൊടുത്ത് വലിയ സാഹിത്യകാരന്മാരായി കുറെ പേരൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങളും ചിലപ്പോൾ അത് വായിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാനൊന്ന് സൂചിപ്പിച്ചു മാത്രം. പക്ഷെ പുരാണ കഥയിൽ വളരെ വ്യക്തമായി തന്നെ മഹാഭാരതവും പറയുന്നുണ്ട്, ഈ പുരാണങ്ങളും പറയുന്നുണ്ട്. ശർമ്മിഷ്ഠ ശുക്രാചാര്യരുടെ മകളാണ്. ശുക്രാചാര്യരാരാ? അസുരഗുരുവാണ്, മനുഷ്യ സ്ത്രീയല്ല. ഇനി ശർമ്മിഷ്ഠയോ വൃഷഭർമാവിന്റെ പുത്രിയാണ്. വൃഷഭർമാവ് ആരാ? അസുര രാജാവാണ്, മനുഷ്യ സ്ത്രീയല്ല. അപ്പോൾ വാർദ്ധക്യം, യൗവനം മുതലായിരിക്കുന്ന ഈ കാലഗണന മനുഷ്യൻ, ദേവൻ, രാക്ഷസൻ, അസുരൻ, മൃഗം, പക്ഷി എന്നിങ്ങനെയുള്ള ശരീരങ്ങളിൽ ഭേദമാണ്. വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇവിടെ യയാതി മാത്രമേ മനുഷ്യനായിട്ടുള്ളൂ. അപ്പൊ യയാതി യഥാർത്ഥത്തിൽ ഈ ദേവയാനിയോടും വൃഷഭർമാവിന്റെ പുത്രിയായ ശർമ്മിഷ്ഠയോടും ഒപ്പം കഴിയുന്ന കാലഘട്ടത്തിൽ വാർദ്ധക്യം ബാധിക്കാതെ തന്നെ ജീവിക്കുകയായിരുന്നു. അവരുടെ മഹത്വം കൊണ്ട്, ഈ സ്ത്രീകളുടെ മഹത്വം കൊണ്ട് ഈ പുരുഷനും വാർദ്ധക്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ശുക്രാചാര്യര് യയാതിയെ ശപിച്ചത്, നീ ബുദ്ധനായി തീരട്ടെ. തന്റെ ധർമ്മപത്നിമാരിൽ ഭേദബുദ്ധി കാണിച്ചു. ഇവിടെ മക്കളിൽ നിന്ന് യൗവനം സ്വീകരിച്ച യയാതി പിന്നീട് ഈ ദേവയാനിയോടും ശർമ്മിഷ്ഠയോടും ഒപ്പം തന്നെയാണ് ജീവിതം നയിക്കുന്നത്. പക്ഷെ കുറെ കാലം കഴിഞ്ഞു യയാതിക്ക് ഈ ജീവിത സുഖങ്ങളോടൊക്കെ വിരക്തി വന്നു. ആ വിരക്തി വന്നിട്ട് യയാതി ശർമ്മിഷ്ഠയോടും പറയുന്നതായ ചില വാക്കുകളുണ്ട്. അത് പിന്നീട് വലിയ ദർശനങ്ങളായി പരിണമിക്കുന്നു. ദേവയാനിയോട് പറയുന്നതും ശർമ്മിഷ്ഠയോട് പറയുന്നതുമായ യയാതിയുടെ വൈരാഗ്യഭാവം ഉണർന്നതായ ചില സംവാദങ്ങൾ അത് ശ്രീമദ് ഭാഗവതത്തിലുമുണ്ട്, മഹാഭാരതത്തിൽ വിശദമായി വർണ്ണിക്കുകയും ചെയ്യും. യയാതി പറയുന്നത്, ഈ ജീവിതത്തിൽ എത്ര സുഖങ്ങൾ അനുഭവിച്ചാലും ഈ സുഖം എന്ന് പറയുന്നത് അഗ്നിയിൽ നെയ്യൊഴിക്കുന്നത് പോലെയുള്ള ഒരവസ്ഥയാണ്. ആസക്തി ഒരിക്കലും നശിക്കുന്നില്ല. ന ജാതു കാമ കാമാനാം ഉപഭാഗേന ശാന്ത്യതി ഹവിഷാ കൃഷ്ണവത്മേവ ഭൂയ ഏവാഭിവർദ്ധതേ. വീണ്ടും വീണ്ടും ഈ കാമഭാവന വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, ആസക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
മഹാഭാരതത്തിൽ യയാതിയുടെ വാക്കായി പറയുന്നത്, ഈ ലോകത്തിലെ എല്ലാ സുഖങ്ങളും മനുഷ്യന് ലഭിച്ചാലും ഒരിക്കലും അവന്റെ ജീവിതത്തോടുള്ള ആസക്തി അവസാനിക്കുന്നില്ല എന്നാണ്. അപ്പൊ ഈ ലോകത്തിലെ സർവമാന സുഖങ്ങളെയും കിട്ടിയാലും പോരാ പോരാ എന്ന തോന്നൽ മനുഷ്യന് നിലനിൽക്കുന്നു എന്ന കാമത്തിന്റെ ഘോരമായിരിക്കുന്നതായ ഒരവസ്ഥ അത് അനുഭവിച്ചറിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയാനുള്ളതായ മനോഭാവം യയാതിക്കുണ്ടാവുകയും യയാതി വൈരാഗ്യം ഉണരുകയും ചെയ്യും. ഇതൊരു കഥാരൂപത്തിൽ ഭാഗവതത്തിൽ പറഞ്ഞു കൊടുക്കുന്നു. ഒരു മുട്ടനാട് പെണ്ണാടുകൾക്കിടയിൽ പെടുകയും ആ മുട്ടനാടിന് പിന്നീട് എത്രയായിട്ടും ആ വൈരാഗ്യഭാവം ഉണരാതെ ആ മുട്ടനാട് ഈ പെണ്ണാടുകളോട് സംവദിക്കുന്നതുമായ ഒരു കഥാരൂപത്തിൽ ഒരു ഉദാഹരണമായി യയാതി ഈ വൈരാഗ്യഭാവ ദർശനത്തെ അവതരിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മത്സ്യപുരാണത്തിൽ ഈ കഥ പറഞ്ഞതിന് ശേഷം യയാതി എന്ത് ചെയ്തു? മക്കളെ വിളിച്ചു. എന്നിട്ട് തൻ്റെ വാർദ്ധക്യത്തെ തിരിച്ചെടുത്തു. തൻ്റെ യൗവനത്തെ പുരുവിന് കൊടുത്ത് പുരുവിനെ അനുഗ്രഹിച്ചു. നിന്റെ വംശം ആചന്ദ്രതാരൻ നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹം. ആ പുരുവംശമാണ് പിന്നീട് വിശ്വപ്രസിദ്ധമായ ദുഷ്യന്തന്റെ വംശം. ദുഷ്യന്തന്റെ പുത്രനായ ഭരതൻ. ആ വംശപരമ്പരയിൽ പിന്നീട് ശന്തനു മഹാരാജാവ്, ശന്തനു മഹാരാജാവിന്റെ മകനായിട്ടുള്ള ഭീഷ്മർ, ആ ശന്തനുവിന്റെ ധർമ്മപത്നിയായ സത്യവതിയിൽ ജനിച്ച വിചിത്രവീരൻ ചിത്രാംഗതൻ, അവരുടെ വംശപരമ്പരയായി പിന്നെ വ്യാസനിൽ നിന്ന് ജനിക്കുന്ന പാണ്ഡു, ധൃതരാഷ്ട്രര്, പാണ്ഡുവിന്റെ മക്കളായ ധർമ്മപുത്രര് ഭീമസേനൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ധൃതരാഷ്ട്രരുടെ മക്കളായ ദുര്യോധന, ദുശാസനാദികൾ, പാണ്ഡുവിൽ അർജുനന്റെ മകനായിരിക്കുന്ന അഭിമന്യു, അഭിമന്യുവിന്റെ പുത്രനായിരിക്കുന്ന പരീക്ഷിത്ത്, പരീക്ഷത്തിന്റെ പുത്രനായി ജനമേജയൻ. ആചന്ദ്രതാരം നിലനിൽക്കട്ടെ എന്ന് അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ വംശപരമ്പര ഇപ്പോഴും ഉണ്ട് എന്നാണ്. ഉത്തരേന്ത്യയിൽ ചെന്നാൽ യാദവ വംശം, കുരുവംശം ഒക്കെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. ഇപ്പോഴും ഉണ്ട്. പക്ഷെ അത് പലതും ജാതിപ്പേരായോ ഗോത്രനാമമായോ ഒക്കെ ചുരുങ്ങിയെന്ന് മാത്രം. യയാതി പിന്നീട് പുണ്യങ്ങൾ ചെയ്തതുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകും. ഈ സമയത്ത് സ്വർഗത്തിൽ പുണ്യങ്ങൾ അനുഭവിച്ചവരായിരിക്കുന്ന രാജാക്കന്മാര് ആ പുണ്യദേഹത്തോടുകൂടി ഭൂമിയിൽ പതിക്കുന്നതായ ഒരു കഥ വർണ്ണിക്കുന്നുണ്ട് മഹാഭാരതം. അതിന്റെ തുടർച്ചയായിട്ടെന്ന വണ്ണം മത്സ്യപുരാണത്തിൽ യയാതിയും അഷ്ടകനും തമ്മിലുണ്ടായ ഒരു സംവാദം വർണ്ണിക്കുകയാണ്. ആ സംവാദത്തിലാണ് ജീവന്റെ ഗതികളെ കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്നത്. മനുഷ്യ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഏതേത് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ ഏതേത് പുണ്യലോകങ്ങളെ പ്രാപിക്കാം എന്നിങ്ങനെയുള്ള വളരെ വിശദമായ വിവരണങ്ങളും അതേപോലെ തന്നെ മനുഷ്യനായി ജനിക്കാൻ, അതായത് ജീവന്മാര് ഓരോ ശരീരങ്ങൾ എടുക്കാൻ കാരണമെന്ത് എന്നത് ചില ദർശനങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. ആദ്യത്തെ ദർശനം വിധിയാണ്. എല്ലാവരും കർമ്മങ്ങളിൽ പ്രേരിതരാവുന്നത് വിധിയിലൂടെയാണ്. ദൈഷ്ടം എന്നാണ് അതിനെ പറയുക, ദൈഷ്ടദർശനം. ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട്, അത് പ്രകാരമേ ലോകത്തെല്ലാം നടക്കുകയുള്ളൂ. ഏകദേശം അതിനെ ഉപജീവിച്ചുകൊണ്ടാണ് യോഗവാസിഷ്ടത്തിൽ വസിഷ്ഠൻ ശ്രീരാമന് നൽകുന്ന
ഉപദേശം തുടങ്ങുന്നതിന് മുമ്പ് ശ്രീരാമൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി, കേനാപി ദേവേന ഹൃദിസ്ഥിതേന യഥാ നിയുക്തോസ്മി തഥാ കരോമി. ശ്രീരാമൻ പറയുക, അതായത് മുടിയൊക്കെ ഇങ്ങനെ കാറ്റിൽ പാറിപ്പറന്ന് പൊടിമണ്ണൊക്കെ ശരീരത്തിൽ ധരിച്ചുകൊണ്ട് ദിവസങ്ങളോളമായി കുളിച്ചിട്ട് അങ്ങനെയുള്ളൊരു ശ്രീരാമനെയാണ് യോഗവാസിഷ്ടം അവതരിപ്പിക്കുന്നത്. ഒന്നിനോടും താല്പര്യമില്ലാത്ത നിസ്സംഗഭാവത്തിൽ രാജകൊട്ടാരത്തിലേക്ക് കയറി വരുന്ന ശ്രീരാമനെ കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഇത് എന്ത് രൂപമാണ് ഈ രാജകുമാരന്റെ? ഒരു യോഗീശ്വരനെ പോലെ എല്ലും തോലുമായി തീർന്നൊരാൾ. ഭക്ഷണം കഴിക്കുന്നില്ല, ഉറങ്ങുന്നില്ല, എപ്പോഴും ഇങ്ങനെ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്നതായ ഒരു അവധൂതനെ പോലെയുള്ള ഒരു ശ്രീരാമനെയാണ് അവിടെ കാണുന്നത്. ഇതെന്താ ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രീരാമൻ പറയാണ്, ധർമ്മം എന്താണെന്നറിയാം, പക്ഷെ ആ ധർമ്മം പലപ്പോഴും പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അധർമ്മം എന്താണെന്നറിയാം, ആ ധർമ്മം എന്താ ചെയ്യാതിരിക്കാനും പലപ്പോഴും സാധിക്കുന്നില്ല. അതിന് കാരണം ഏതോ ഒരു ദേവൻ എൻ്റെ ഉള്ളിൽ ഇരുന്ന് എന്നെ കൊണ്ട് എന്തൊക്കെയോ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ ഒന്നിനും ഉത്തരവാദിയല്ല എന്നുള്ള ഭാവത്തിൽ സംസാരിക്കുന്ന രാമന് വീണ്ടും ജീവിതത്തിലേക്ക് പ്രേരണ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശമാണ്, വസിഷ്ഠൻ നൽകുന്ന ഉപദേശമാണ് യോഗവാസിഷ്ടം എന്ന് പറയുന്ന വളരെ മനോഹരമായി ഇതിഹാസ തുല്യമായിരിക്കുന്ന ഒരു ദാർശനിക പുരാണം നമുക്ക് ലഭിച്ചത്. അപ്പോൾ അതിൽ പറയുന്നത് പോലെ ദൈവം എന്ന് പറയുന്നത്, രാമായണത്തിലുടനീളം നമുക്ക് ഈ ദൈവം വിധിയെ കുറിച്ച് കാണാം. സാക്ഷാൽ ശ്രീരാമൻ അച്ഛന്റെ വാക്ക് സത്യമാക്കി തീർക്കുന്നതിന് വേണ്ടി കാട്ടിലേക്ക് പുറപ്പെട്ട സമയത്ത് ശ്രീരാമനോടൊപ്പം യാത്രയാകുന്ന ലക്ഷ്മണനെ അരികിൽ വിളിച്ച് സുമിത്ര അനുഗ്രഹിച്ച് നൽകുന്ന ഒരു സന്ദേശം. രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജാം അയോധ്യാമടവിം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്ന ഒരു ശ്ലോകം. രാമനെ ദശരഥനായി നീ കാണണം. ലക്ഷ്മണനോട് പറയുകയാണ്, അമ്മയായി സുമിത്ര. സീതാദേവിയെ ഞാനായി കാണണം, അമ്മയായി കാണണം. കൊടുങ്കാടിനെ നീ അയോധ്യയായി കാണണം, എന്നിട്ട് നീ സുഖമായി പോയി വരൂ എന്നാണ് ലക്ഷ്മണന് കൊടുക്കുന്ന ഉപദേശം. അപ്പൊ കൊടുങ്കാടിനെ അയോധ്യയായി കാണണമെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അയോധ്യയിലെ പ്രജകളെ എങ്ങനെയാണോ അയോധ്യയിലെ രാജസിംഹാസനത്തിൽ ഇരിക്കുന്ന രാജാവ് പരിപാലിക്കുന്നത്, അതേപോലെ നീ കൊടുങ്കാടിനെയും പരിപാലിക്കണമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാതെ കാട്ടിലേക്ക് ചെന്ന് കാടിനെ എനിക്ക് സുഖമുള്ളതാക്കി തീർക്കുന്ന വിധത്തിൽ ചവിട്ടി മെതിക്കുകയല്ല വേണ്ടത്. നമ്മൾ എവിടെ ചെല്ലുന്നോ ആ ഇടം നമ്മുടേതാക്കുകയല്ല, ആ ഇടത്തിലേക്ക് നമ്മൾ അരിഞ്ഞു ചേരുകയാണ് വേണ്ടത്. ഇതാണ് പ്രകൃതി ദർശനം എന്ന് പറയുന്നത്. ഈ ഉപദേശം കൊടുക്കുന്ന സമയത്ത് ഈ ഉപദേശത്തിന്റെ ഈ ശ്ലോകത്തെ പറ്റി ഒരു കഥയുണ്ട് ഐതിഹ്യത്തിൽ. ഐതിഹ്യമാലയിൽ പറയുന്ന കഥയാണ്. വരരുചി, അദ്ദേഹം യഥാർത്ഥത്തിൽ ഭോജരാജാവിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങനെയുള്ളതായ ആ വരരുചി കാട്ടിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വൃക്ഷത്തിന്റെ ചോട്ടിൽ അദ്ദേഹം വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വൃക്ഷശാഖയിൽ ഇരിക്കുന്നതായ രണ്ട് കിളികൾ തമ്മിലുള്ള സംവാദം. വരരുചി ഈ സഞ്ചാരം തുടങ്ങുന്നത് രാജസദസ്സിൽ വെച്ചൊരു ചോദ്യം ഉയർന്നു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണ്, അതിലേറ്റവും പ്രധാനപ്പെട്ട വാക്ക് ഏതാണ് എന്നായിരുന്നു ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം തേടിയാണ് വരരുചി യാത്രയായത് എന്നാണ് ഐതിഹ്യം. ഐതിഹ്യത്തിൽ വിക്രമാദിത്യ രാജാവിന്റെ സദസ്സിൽ നിന്ന് ഈ ചോദ്യം കേട്ട് പുറപ്പെട്ടതായി പറയുന്നു. വരരുചി അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വൃക്ഷത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ ഈ പക്ഷികൾ തമ്മിലുള്ളതായ സംഭാഷണം കേട്ടു അത്രേ.
പക്ഷികൾ സംഭാഷണം ചെയ്യുന്നത് എന്താ? രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം രാമം ദശരഥം വിദ്ധി മാം വിദ്ധി ജനകാത്മജ അയോധ്യാമടമിം വിദ്ധി ഗച്ഛതാത യഥാസുഖം എന്നുള്ള ശ്ലോകമാണ്. ആ ശ്ലോകത്തിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടതായ ശബ്ദം വിദ്ധി എന്നാണ്. മാം വിദ്ധി, മാം വിദ്ധി എന്നാണ്. അപ്പൊ ഈ ശ്ലോകത്തെ പക്ഷികൾ പറയുന്നത് കേട്ട് വരരുചി അത് മനസ്സിലാക്കി രാജസദസ്സിൽ അത് അവതരിപ്പിച്ചു എന്നാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ മാം വിദ്ധി എന്ന വാക്ക് പ്രധാനമായി വരുന്നത്? വിധിയാണ് എല്ലാറ്റിനും കാരണം എന്നൊരർത്ഥം കൂടി മാം വിധി എന്ന വാക്യമുണ്ട്. മാ ശബ്ദത്തിന് അമ്മ എന്നർത്ഥമുണ്ട്, പരാശക്തി എന്നും അർത്ഥമുണ്ട്, മായ എന്നും അർത്ഥം. അപ്പോൾ രാമായണത്തെ ദാർശനികമായി വ്യാഖ്യാനിക്കാൻ, രാമായണത്തെ സൈദ്ധാന്തികമായ തത്വവിചാരമാക്കി മാറ്റാൻ, രാമായണത്തെ സാമൂഹികമായിരിക്കുന്ന നിയമങ്ങളിലൂടെ വ്യാഖ്യാനിക്കാൻ ഒക്കെ ഉതകുന്ന തരത്തിൽ ഉള്ള ഒരു ശ്ലോകമാണ് സുമിത്രയുടെ ഈ ഉപദേശം എന്നുള്ള രീതിയിൽ വരരുചി മനസ്സിലാക്കിയ ഉത്തരം പറഞ്ഞു എന്നാണ്. അപ്പൊ മാംവിദ്ധി എന്ന് പറഞ്ഞാൽ സീതാപഹരണം, രാക്ഷസ വംശനാശം എന്നിവയിലേക്കൊക്കെ നയിക്കുന്നതായ ദശരഥൻ കൈകേയിക്ക് കൊടുത്തതായ സത്യം, അത് കൊടുത്ത് എത്രയോ കാലത്തിന് ശേഷമാണ് ദശരഥൻ കൊടുത്ത വാക്ക് ദശരഥന് തന്നെ വിനയായിട്ട് പരിണമിക്കുന്നത്, രാമന്റെ യാത്രയ്ക്ക് കാരണമാകുന്നത്. ഇതൊക്കെ വിധിയാണ്. അപ്പോൾ വിധിയാണ് മനുഷ്യജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന ദർശനത്തെ ദൈഷ്ടം എന്ന് പറയുന്നു. ഇപ്പൊ യയാതി അഷ്ടക സംവാദത്തിൽ വളരെ പ്രധാനമായി പറയുന്നൊരു ദർശനമാണ് ദൈഷ്ടം. അപ്പൊ ലോകത്തിൽ മനുഷ്യർ കർമ്മങ്ങളിലേക്ക് വ്യാപരിക്കുന്നതിനും ആ കർമ്മങ്ങളിലൂടെ വീണ്ടും വീണ്ടും ജന്മമെടുക്കുന്നതിനും കാരണം വിധിയാണ് എന്ന് ഒരു ദർശനം. ഇനി രണ്ടാമത്തെ ദർശനം കാലമാണ്. വിധിയെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല, കാലം അതിന് സാഹചര്യങ്ങൾ ഒരുക്കും. അപ്പൊ കാലം മനുഷ്യ ഈ പ്രപഞ്ച ജീവജാലങ്ങളെ മുഴുവൻ സ്വാധീനിക്കുന്നു എന്നാണ് കാലദർശനവാദം മുന്നോട്ട് വയ്ക്കുന്നത്. ഇത് യയാതി പറയുന്ന ഉപദേശങ്ങളിലൊന്നാണ്. ഇങ്ങനെ ദൈഷ്ടത്തെയും കാലദർശനത്തെയും പറഞ്ഞ് മറ്റൊന്ന് യോനിവാദം എന്ന് പറയുന്ന ഒരു ദർശനമാണ്. ഏത് യോനിയിൽ ജനിക്കുന്നു എന്നതിനനുസരിച്ച് ഓരോരുത്തരും ഓരോരോ കർമ്മങ്ങളിൽ ആവേശിക്കപ്പെടുന്നു. ഏത് യോനിയിലാണ് ജനിക്കുന്നത്? അപ്പോൾ മനുഷ്യ, പക്ഷി, മൃഗ, മനുഷ്യരിൽ തന്നെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര കർമ്മങ്ങളുടെ കാരണമായി പറയുന്ന യോനിവാദ ദർശനം, അതും യയാതിയുടെ ഈ സംവാദത്തിൽ ഉൾപ്പെടുന്നു. ഇനി മറ്റൊന്ന് മൗനവാദം. അത് കുറച്ചുകൂടി ദാർശനികമായിട്ടുള്ള ഒന്നാണ്. മാനം എന്ന് പറഞ്ഞാൽ അഹങ്കാരം, മൗനം എന്ന് പറഞ്ഞാലോ എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അഹങ്കാരം കൊണ്ട് മനുഷ്യന് കർമ്മച്യുതി സംഭവിക്കാം. അപ്പോൾ അഹങ്കാരം കൊണ്ട് ഈ കർമ്മച്യുതി സംഭവിക്കാതിരിക്കാൻ എന്ത് വേണം? മൗനത്തെ സ്വീകരിക്കണം. മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഇന്ദ്രിയങ്ങളെ വിഷയസുഖങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചിരിക്കുന്ന അവസ്ഥയാണ് യഥാർത്ഥത്തിൽ മൗനം. ഞാൻ മൗനവ്രതം എടുത്തു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ ആൾക്കാരോടൊക്കെ കൈയും കാലും കാട്ടി ആശയവിനിമയം നടത്തി കഴിഞ്ഞാൽ അത് മൗനവ്രതമല്ല. യഥാർത്ഥ മൗനം മസ്തിഷ്കത്തിൽ തന്നെ സംഭവിക്കുന്നതായ ഒരു നിശബ്ദതയാണ്. ചിന്തകളില്ലാതാവുന്ന ഒരവസ്ഥയാണ്, വിചാരങ്ങളില്ലാതാവുന്ന അവസ്ഥയാണ്.
ആ മൗനം ശീലിക്കുന്നവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മുനികൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള വളരെ പ്രധാനപ്പെട്ട ചില ദർശനങ്ങളെ അവതരിപ്പിക്കും. ഈ ദർശനങ്ങളെ ജ്ഞാനമായി സ്വീകരിക്കുവാനുള്ള വഴികളാണ് ആചാരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവ്രതം, അജകരവ്രതം മുതലായിരിക്കുന്ന ആചാരങ്ങളെ കുറിച്ച് പറയും. അവിടെ പ്രധാനമായിട്ടും എടുത്തു പറയുന്ന ചില സംഗതികൾ, കാമത്തെ അടക്കാനുള്ള ഏറ്റവും നല്ല വഴി ഒന്നും കൂട്ടിവെക്കാതിരിക്കുക എന്നതാണ്. ആധുനിക മനുഷ്യൻ ഇതൊക്കെ കേട്ടുകഴിഞ്ഞാൽ ഒരിക്കലും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒന്നല്ല. ഒന്നും കൂട്ടിവെക്കാതെ നമ്മുടെ ആവശ്യത്തിന് എന്തോ അത് ഈ പ്രകൃതി തരുന്നുണ്ട്, ആ പ്രകൃതിയെ ആശ്രയിച്ച് ജീവിക്കുക എന്ന് പറയുന്ന വളരെ മനോഹരമായ, എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കൊരിക്കലും പ്രാവർത്തികമാക്കാൻ സാധിക്കും. പക്ഷേ അതിനുവേണ്ടി ആരും തന്നെ തയ്യാറാവുകയില്ല എന്ന ഒരു പരമാർത്ഥം. പക്ഷെ മനുഷ്യൻ എത്ര തയ്യാറായില്ലെങ്കിലും ചിലപ്പോഴൊക്കെ മനുഷ്യന് പ്രകൃതിയെ ആശ്രയിച്ച് മാത്രം ജീവിക്കേണ്ടി വരും. അതിനുള്ള വഴിയും പ്രകൃതി തന്നെ ഒരുക്കും, അല്ലെങ്കിൽ കാലം ഒരുക്കും. അങ്ങനെ ഒരുക്കിയ കാലത്താണ് നമ്മള് കുറച്ചു കാലം ചക്കയും മാങ്ങയും പിന്നെ ചക്ക ഉണ്ടാവുന്ന മരത്തിന്റെ ഇല വരെ തിന്നു തോരൻ ഉണ്ടാക്കിയിട്ട്. അപ്പൊ പ്രകൃതി ഒരു ആശ്രയമാണ് എന്ന തത്വത്തെ വിശദമാക്കുന്ന ഉപദേശങ്ങളോടുകൂടി യയാതി ചരിതം അവസാനിക്കുകയാണ് മത്സ്യപുരാണം. ഈ മത്സ്യപുരാണത്തിലെ യദുവംശ പ്രകീർത്തനത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രഭാവത്തെ കുറിച്ച് വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. പിന്നെ കുറെ തീർത്ഥമാഹാത്മ്യങ്ങൾ, വാരാണസി മാഹാത്മ്യം മുതലായിരിക്കുന്ന തീർത്ഥങ്ങളെ കുറിച്ചൊക്കെ വർണ്ണിക്കുന്നു. ഇതുകൂടാതെ പ്രതിമാ നിർമ്മാണം, രത്നപരീക്ഷ, ദാനാദികൾ, വാസ്തു ലക്ഷണങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നു. പ്രതിഷ്ഠ, ഒരു ക്ഷേത്രത്തിൽ എങ്ങനെ പ്രതിഷ്ഠയൊക്കെ നിർവഹിക്കണം, ആ പ്രതിഷ്ഠയ്ക്ക് വേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്, ശുദ്ധികൾ എന്തൊക്കെയാണ്. ഇതുകൂടാതെ വളരെ പ്രധാനമായിട്ട് പറയുന്ന മത്സ്യപുരാണത്തിലെ മറ്റൊരു ഭാഗമാണ് ശിവലിംഗ നിർമ്മാണ വിധി. ഇവിടെ പല ആളുകളും മനുഷ്യന്റെ ഉള്ളിലുള്ളതായ വർണ്ണ വിവേചനത്തെക്കുറിച്ചും ജാതി വിവേചനത്തെക്കുറിച്ചുമൊക്കെ പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന അതിനെക്കുറിച്ചൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില ഉദാഹരണങ്ങളൊക്കെ പറയാറ്. പഴയ കാലത്ത് ആളുകളൊക്കെ തനി ജാതിയിൽ വിവേചനമുള്ളവരായിരുന്നു. ഈ പുരാണങ്ങളൊക്കെ അങ്ങനെയുള്ളതാണ്. ക്ഷേത്രാരാധനാ രീതികളൊക്കെ അത്തരത്തിലുള്ള വർണ്ണവിവേചനത്തിന്റെ ബാക്കിപത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ഇകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന വ്യാഖ്യാനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞാൻ കേട്ട ഒരു കാര്യം, പ്രതിമാ നിർമ്മാണം പുരാണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ മത്സ്യപുരാണത്തിലും അത് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ അഗ്നിപുരാണം, ഇന്നലെ പറഞ്ഞ അഗ്നിപുരാണത്തിൽ വളരെ വിശേഷ രീതിയിൽ ഏതൊക്കെ പ്രതിമകൾ, വിഷ്ണുവിന്റെ പ്രതിമകൾ, ശിവന്റെ ലിംഗഭാവങ്ങൾ എങ്ങനെയൊക്കെ പ്രതിഷ്ഠിക്കണം, ഏതൊക്കെ ഭാവത്തിൽ അതിന്റെ ധ്യാനം എങ്ങനെ വേണം എന്നതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഈ പറയുന്ന വ്യാഖ്യാനം ചെയ്യുന്ന ആളുകള് പറയുന്നത്, ഒരു ശില്പി ഒരു കല്ലിൽ ഒരു ഈശ്വര രൂപം കൊത്തിക്കഴിഞ്ഞ് ആ ദേവതാ വിഗ്രഹം ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ശില്പി തൊട്ടുകൂടാത്തവനായി. ഇതല്ലേ നമ്മുടെ ക്ഷേത്ര ആചാര സങ്കല്പം എന്നാണ് ചോദിക്കുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണ് അല്ലേ? ശരിയല്ലേ? ഒരു ശില്പി അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹം ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ശില്പിക്ക് ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ കയറി ആ വിഗ്രഹത്തെ തൊടാനോ ഒന്നിനും അവകാശമില്ല എന്ന് പറഞ്ഞ് അകറ്റി നിർത്തുന്ന തൊട്ടുകൂടായ്മയുടെ ഉദാഹരണമായിട്ടാണ് ഈ ഒരു കാര്യം പലരും പറയുന്നത്. വലിയ വലിയ പ്രാസംഗികരൊക്കെ പ്രസംഗത്തിൽ ഇത് പറയാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ശിലയിൽ ശില്പം കൊത്തിയ ശില്പിക്ക്, ഈശ്വര ശില്പം കൊത്തിയ ശില്പിക്ക് പിന്നീട് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠയായി മാറിയ ആ വിഗ്രഹത്തെ തൊടാനുള്ള അവകാശം നിഷേധിക്കലാണ് തൊട്ടുകൂടായ്മയുടെ പ്രതീകമായിട്ട് കാണുന്നത്. അത് പറയുന്ന ആൾക്കാരോട് തിരിച്ചു ചോദിക്കാനുള്ളൊരു കാര്യം, ഒരു ആശാരി ഒരു മരത്തിൽ മനോഹരമായ ഒരു കട്ടില് പണിത് ആ കട്ടില് വാങ്ങിക്കൊണ്ടുപോയ ആളുകൾ വിവാഹം കഴിഞ്ഞ് മണിയറയിൽ ആ കട്ടിൽ കൊണ്ടുപോയിട്ട് വധുവും വരനും ആ കട്ടിൽ കിടക്കുമ്പോൾ ഈ ആശാരി വന്നിട്ട് ഇത് ഞാൻ ഉണ്ടാക്കിയ കട്ടിലാന്ന് പറഞ്ഞ് നടുക്ക് കയറി കിടന്നാൽ ശരിയാവും? അത് വളരെ ലളിതമായ യുക്തിയാണ്. ഓരോരുത്തരും ചെയ്യേണ്ടതായ കർമ്മങ്ങൾ, ആ കർമ്മങ്ങൾ അവർ ചെയ്യുമ്പോൾ അവർക്ക് അവരവരുടേതായിരിക്കുന്ന ആദരവ് കൊടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നത്. ക്ഷേത്രത്തിലേക്ക് ശില്പം പണിയുന്നവർ മാത്രമല്ല, ക്ഷേത്ര മാതൃകകളെ പണിയുന്നവർക്ക് പോലും ആ കർമ്മം കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെതായിരിക്കുന്ന ആദരവോടുകൂടി ദക്ഷിണ കൊടുത്ത് ദേവസമാനമായിരിക്കുന്നതായ സങ്കല്പത്തോടു കൂടിയാണ് ശില്പികളെ ആദരിക്കുന്നത്. ഇനി അത് മാത്രമല്ല, ഇവിടെ ഈ പുരാണങ്ങൾ വായിക്കുമ്പോൾ ഈ ശിവലിംഗ നിർമ്മാണ വിധിയിൽ പറയുന്ന ശിവപുരാണത്തിലും പറയുന്നുണ്ട്, നമ്മൾ പലപ്പോഴും കാണുന്നതായ മഹാക്ഷേത്രങ്ങൾ ഒരു മനുഷ്യനെ ആരാധിക്കാൻ സ്വന്തം കൈകൊണ്ട് വിഗ്രഹം നിർമ്മിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരേ ഒരു സംസ്കൃതി ഈ സനാതന സംസ്കൃതിയാണ്. ശിവനെ ആരാധിക്കാൻ ഒരു ശിവലിംഗം നിർമ്മിച്ച് നിങ്ങൾക്ക് പൂജ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ആരും നിങ്ങളെ ചോദ്യം ചെയ്യുകയില്ല. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഭേദബുദ്ധിയില്ല. മണ്ണ് കുഴച്ച ആ മണ്ണ് കൊണ്ട് സ്വന്തം കൈകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി ആ ശിവലിംഗത്തിൽ അർച്ചന നടത്തി അഭിഷേകാദികൾ നടത്തി ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന കഥകളാണ് ഈ പുരാണങ്ങളിൽ മുഴുവൻ നിറഞ്ഞത്. പലപ്പോഴും മഹാക്ഷേത്രങ്ങളായി പരിണമിച്ചിട്ടുള്ളത് ഇതുപോലെ കാട്ടാളന്മാർ ആരാധിച്ച ശിവലിംഗങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾ ആരാധിച്ചതായ വിഷ്ണു വിഗ്രഹങ്ങളോ ഒക്കെയാണ്. ശ്രീമദ് ഭാഗവതം എടുക്കുമ്പോൾ അവിടെ ഗോപികമാരെല്ലാവരും കൂടി കാത്യായനി വ്രതമനുഷ്ഠിക്കുന്ന സമയത്ത് യമുനാ നദിയുടെ തീരത്ത് മണ്ണുകൊണ്ട് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി, അതിൽ ഭദ്രകാളിയുടെ വിഗ്രഹം ഉണ്ടാക്കി അതിൽ അർച്ചന നടത്തി എന്ന് നമ്മൾ ഭാഗവതത്തിൽ വായിക്കുന്നു. അതേപോലെ സാക്ഷാൽ അതിഥി ദേവി മഹാവിഷ്ണുവിന്റെ വിഗ്രഹം ഉണ്ടാക്കി അതിൽ പാലഭിഷേകം നടത്തി പയോവ്രതം അനുഷ്ഠിച്ചതായ കഥ നമ്മൾ പുരാണത്തിൽ കാണുന്നു. വിധി ലക്ഷ്മീനാരായണ വിഗ്രഹം ഉണ്ടാക്കി അതിൽ പാലഭിഷേകാദികൾ നടത്തി പുംസവന വ്രതം അനുഷ്ഠിച്ചതായും ഭാഗവതത്തിൽ കാണുന്നു. ശിവപുരാണത്തിൽ എടുത്തു കഴിഞ്ഞാൽ അനവധി ആളുകൾ സ്വന്തം കൈകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കി ആരാധന ചെയ്ത് ആ ശിവസായുജ്യത്തെ അനുഭവിച്ചവരായ അനവധി ഭക്തന്മാരുടെ കഥകൾ ശിവപുരാണത്തിൽ കാണാൻ. ഇനി നാം ഉണ്ടാക്കുന്ന പ്രതിമകളോ ഇത്തരത്തിലുള്ളതായ ദേവരൂപങ്ങളോ അതൊരു പ്രതിഷ്ഠയായി മഹാക്ഷേത്രമായി പരിണമിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ ചെയ്യുന്ന ആ പൂജയുടെ ആത്മാർത്ഥതയും സമർപ്പണ ഭാവവും പോലെയിരിക്കും. അത്രയും അഖണ്ഡ ഭാരതത്തിൽ ഉടനീളം കാണുന്ന മഹാക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളും ശിവലിംഗാദികളും ഒക്കെ ഈ പുരാതന കാലഘട്ടത്തിൽ ഭക്തന്മാര് ഭക്തിഭാവനകളോടുകൂടി പരിപൂജനം ചെയ്ത വ്രതങ്ങൾ അനുഷ്ഠിച്ച് തപസ്സനുഷ്ഠിച്ച് ഈശ്വരീയമായിരിക്കുന്ന ചൈതന്യത്തെ പ്രത്യക്ഷമായി അനുഭവിച്ച ഇടങ്ങളാണ്. കാലാന്തരത്തിൽ ആ ഇടങ്ങൾ കാട് വന്നോ സമുദ്രം വന്നോ മണൽ വന്നോ ഒക്കെ മൂടപ്പെട്ടതിന് ശേഷം പിന്നീട് ആ ചൈതന്യം അവിടെ വെളിവാക്കപ്പെടുകയും ആ ചൈതന്യത്തിന്റെ
ഈ പ്രഭാവം മൂലം അവിടെയുള്ള മനുഷ്യർ ഇതിന്റെ മഹത്വം മനസ്സിലാക്കി അതിനു ചുറ്റും ഒരു ക്ഷേത്ര മാതൃക ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ക്ഷേത്രങ്ങളാണ് ചിദംബരം മുതലായിരിക്കുന്ന ക്ഷേത്രങ്ങൾ. അവിടെ വ്യാഘ്രപാദ മഹർഷിയാണ് ആ ശിവലിംഗത്തെ ആരാധിച്ചത് എന്ന് കഥയുണ്ട്. ചിദംബരേശ്വരനായി ഭഗവാൻ അവതരിച്ചത് താണ്ഡവ നൃത്തം ചെയ്തുകൊണ്ടാണ്. കലിക എന്ന് പേരുള്ളതായ ദേവിയുമായി മത്സരിച്ച് താണ്ഡവ നൃത്തം ചെയ്ത് ഭഗവാൻ അവിടെ അവതരിച്ചു എന്ന കഥയുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ദേവസഭ, ആചാര്യസഭ, ജനസഭ മുതലായിരിക്കുന്ന 7 സഭകൾ നമുക്ക് കാണാൻ സാധിക്കും ചിദംബരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ. ഇത് ശ്രീരംഗത്തിൽ കാണാം. അതേപോലെ തന്നെ മധുരയിൽ ചെന്നാൽ മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ സുന്ദരേശ്വര സ്വരൂപത്തിലാണ് ഭഗവാൻ ഇരിക്കുന്നത്. അവിടെയും ഈ സഭാമണ്ഡപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഭഗവാൻ നൃത്തം ചെയ്യുന്ന സഭയുണ്ട്, ദേവന്മാരുമായി ധർമ്മം സംവദിക്കുന്ന സഭയുണ്ട്. ഇങ്ങനെയുള്ള സങ്കല്പങ്ങളോടുകൂടി ക്ഷേത്രങ്ങളൊക്കെ രൂപപ്പെട്ട് വരാൻ കാരണമാകുന്നത് ഏതെങ്കിലും ഭക്തന്മാരുടെ ആരാധന, പ്രാർത്ഥന എന്നിവ തന്നെയാണ്. അത് ചിലപ്പോൾ കാട്ടാളനാവാം, വൈശ്യനോ ശൂദ്രനോ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വാനരനോ ആവാം. ഹനുമാൻ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് പ്രതിഷ്ഠിച്ചതായ ശിവലിംഗം രാമേശ്വരത്ത് പോയാൽ കാണാം. അപ്പോൾ ഇവിടെയൊക്കെ ഈ വർണ്ണവിവേചനത്തിന്റെയും ജാതി വിവേചനത്തിന്റെയും ഒക്കെ വ്യാഖ്യാനം കൊണ്ടുവരുന്നവര് വേണ്ടതുപോലെ ഈ പുരാണങ്ങളെ വായിച്ചു പോകാത്തതിന്റെയും ഈ പറയുന്നതായ വാക്കുകളുടെയൊക്കെ ശരിയായ അർത്ഥങ്ങളെ സന്മനസ്സോടുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതിന്റെയും കുഴപ്പമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പൊ എന്തായാലും ശിവലിംഗ നിർമ്മാണ വിധി, പ്രതിമാധിവാസം മുതലായിരിക്കുന്ന കാര്യങ്ങളൊക്കെ മത്സ്യപുരാണത്തിൽ വിശദമായി വർണ്ണിക്കുന്നു. കാരണം ഇത് മന്വന്തരത്തിലെ ധർമ്മങ്ങളെ നിലനിർത്തുന്ന ഒന്നായതുകൊണ്ടായിരിക്കണം മനു, മത്സ്യരൂപിയായ ഭഗവാൻ മനുവിന് ഈ പ്രധാനപ്പെട്ടതായ വിഷയങ്ങളെല്ലാം ഉപദേശിച്ചു കൊടുക്കുന്നത്. ഇനി വാമനാവതാരം മത്സ്യപുരാണത്തിന് വളരെ പ്രധാനപ്പെട്ടതായ ഒരു കഥയാണ്. വാമനമൂർത്തിയായി അവതരിച്ച ഭഗവാൻ ഭൂമിയെ വീണ്ടെടുത്ത് ദേവന്മാർക്ക് കൊടുത്ത കഥയും, ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയ സമയത്ത് സമുദ്രാന്തർഭാഗത്ത് ആണ്ടുപോയതായ ഭൂമിയെ ഉദ്ധരിക്കുന്നതിന് വേണ്ടി ഭഗവാൻ വരാഹരൂപമായി അവതരിച്ച കഥയും, അമൃതമഥനത്തിൽ ധന്വന്തരി മൂർത്തി അവതരിച്ച കഥയും ഒക്കെ വളരെ വിശേഷ രീതിയിൽ മത്സ്യപുരാണം എടുത്ത് വർണ്ണിക്കുന്ന ഭാഗങ്ങളാണ്. ഇത് കൂടാതെ യാത്രാ നിമിത്തങ്ങളെ കുറിച്ച് പറയുന്നു. ഒരു യാത്ര പോകുന്ന സമയത്ത് നിമിത്തം, ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇതൊക്കെ നെറ്റി ചുളിച്ചുകൊണ്ടാണ് പലരും കേൾക്കുക. ഇതിലൊക്കെ എന്ത് കാര്യമാണുള്ളത്? എവിടേക്കെങ്കിലും പോകുമ്പോ തൊട്ടപ്പുറത്ത് നിന്ന് പല്ലി ചരച്ചു കഴിഞ്ഞാൽ പഴയ മുത്തശ്ശിമാര് പറയും, അതേ തെക്ക് ഭാഗത്തുനിന്ന് പല്ലി ചരച്ച അപകടമാണല്ലോ. പോകുന്ന സമയത്ത് പൂച്ച കുറുകെ ചാടിക്കഴിഞ്ഞാൽ ദുർനിമിത്തം, വഴി മുടക്കി. ഇതിലൊക്കെ എന്തെങ്കിലും സാങ്കത്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിലെ സാങ്കത്യം എന്താണെന്ന് മനസ്സിലാവണമെങ്കിൽ മനുഷ്യൻ പ്രകൃതിയിലേക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കണം. ഇവിടെ മനുഷ്യൻ മാത്രമേ ജീവിക്കുന്നുള്ളൂ എന്നാണ് ഇപ്പൊ മനുഷ്യരുടെ ധാരണ. മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതി എന്നതായ ഒരു ഭാവത്തിലാണ് ഇപ്പൊ മനുഷ്യൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കുഴപ്പങ്ങളൊക്കെ നമ്മളിപ്പോ അനുഭവിക്കുന്നുണ്ട്. സത്യത്തിൽ മനുഷ്യ ജീവിതം എന്ന് പറയുന്നത് ഈ പ്രകൃതിയിലെ സർവ സൂക്ഷ്മ ചലനങ്ങളുടെയും ആ ഊർജത്തിന്റെ ഒരു ഭാഗമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിച്ചവരാണ് നമ്മുടെ പൂർവികർ. അതുകൊണ്ട് അവർ അവരുടെ ചുറ്റുപാടുമുള്ള സകല ജീവജാലങ്ങളെയും അതിൻ്റെതായിരിക്കുന്ന സ്വഭാവങ്ങൾക്കനുസരിച്ച് ആദരിച്ചിരുന്നു. മനുഷ്യന് അന്നമാകുന്ന ജീവികളായാലും, മനുഷ്യന് രക്ഷയാകുന്ന ജീവികളായാലും, മനുഷ്യന് ശത്രുവാകുന്ന ജീവികളായാലും ഇതൊക്കെ ഈ പ്രകൃതിയുടെ ആവശ്യമാണ്. സസ്യലതാദികൾ പോലും ആവശ്യമില്ലാത്തതായി പ്രകൃതിയിൽ ഒന്നുമില്ല എന്നതാണ് സത്യം. മനുഷ്യൻ ആവശ്യമില്ലെന്ന് കരുതി
അത് ഈ ഭൂമിക്ക് ആവശ്യമില്ലാത്തതാവുന്നില്ല. വൈദിക കർമ്മങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ദർഭപ്പുല്ല് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സാധാരണഗതിയിൽ അത് വൈദിക ക്രിയയ്ക്കാണ് പ്രാധാന്യം. ക്ഷേത്രങ്ങളിലൊക്കെ അത് വളരെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. എന്തെങ്കിലും വിശേഷ കലശങ്ങളൊക്കെ വരുമ്പോഴാണ് ദർഭപ്പുല്ലിന്റെ ആവശ്യം. നിത്യപൂജയ്ക്ക് ദർഭപ്പുല്ല് അധികം ആവശ്യമില്ല. എങ്കിലും ശംഖുപൂരണം മുതലായിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് ദർഭപ്പുല്ല് ഉപയോഗിക്കാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഈ ദർഭപ്പുല്ല് വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കും? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് കാട് പോലെ പടർന്നു വരുന്നതായ ഒരു പുല്ലാണ്. ഇതുവരെ മനുഷ്യന്റെ ആചാര മര്യാദകളുടെ ഒരു ഭാഗമാക്കി മാറ്റിയവരാണ് നമ്മുടെ പൂർവികർ. ഇനി അത് മാത്രമാണ്, പുണ്യാഗം ഉണ്ടാക്കണമെങ്കിൽ ഒരു ഫലം വേണം. അതിന്റെ പേര് ചുണ്ടങ്ങ എന്നാണ്. ഇവിടെ എന്താ പറയാന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെയാണോ? ഈ ചുണ്ടങ്ങ ഇത് വേറൊന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ പിന്നെ ഇതിങ്ങനെ വെറുതെ നിന്ന് കൊഴിഞ്ഞു പോകുന്നത് കണ്ടതുകൊണ്ടായിരിക്കണം പണ്ടത്തെ മുത്തശ്ശിമാർ അത് പൊട്ടിച്ചെടുത്ത് വെയിലത്തിട്ട് ഉണക്കി, തൈരിലിട്ട് വെയിലത്തിട്ട് ഉണക്കി കൊണ്ടാട്ടനായിട്ട് ഉപയോഗിക്കും. വേറെ എന്തിനായാലും ഉപയോഗം. പക്ഷെ വൈദിക ക്രിയയിൽ ഇത് ഒഴിച്ചുകൂടാനാവാത്ത ജലശുദ്ധിക്ക് ചുണ്ടങ്ങ പ്രധാനമാണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, കറുകപ്പുല്ല്, ചെറുള കണ്ടിട്ടുണ്ടോ? എന്തിനാ ഉപയോഗിക്കുക? പൂജയ്ക്കൊന്നുമല്ല ഉപയോഗിക്കുക, ശ്രാദ്ധക്രിയയിലാണ് ഏറ്റവും പ്രധാനം ചെറുളയ്ക്ക് അല്ലേ? ദശപുഷ്പങ്ങൾ ഏതെടുത്താലും മുത്തങ്ങ, മൊയൽച്ചെരി, കൃഷ്ണക്രാന്തി, ചില സ്ഥലത്ത് വിഷ്ണുക്രാന്തി എന്നും പറയും. ഇതൊക്കെയാണ് ദശപുഷ്പങ്ങൾ. മുക്കുറ്റി, ഇതൊക്കെ മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അപ്പൊ ചെറിയ ചില പുല്ലും മരങ്ങളും, മരങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പ്ലാശ്, അത്തി, ഇത്തി, ഇതൊക്കെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാക്കി മാറ്റുകയാണ്. ഇപ്പൊ പ്രകൃതിയിലെ എല്ലാം മനുഷ്യനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിലുള്ള ഒരു സംസ്കൃതിയാണ് നമ്മുടെ പൂർവികർ നമുക്ക് പകർന്നത്. പഴയ കാലത്തെ വീടുകളിൽ താമസിക്കുന്ന ആളുകള് നിലത്തൊക്കെ, എൻ്റെ ഇല്ലൊക്കെ നിലത്ത് ചാണകം തേച്ചതായിരുന്നു. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ ഞാൻ വലിയ ഇത്ര നീട്ടമുള്ള, നമ്മൾ ഇന്നൊക്കെ വലിയ സിനിമകളിൽ മാത്രം കാണുന്ന പല്ലികളെ കണ്ടിട്ടുണ്ട് എൻ്റെ ഇല്ലത്തെ വാതിലിൻ്റെ ഇടയിൽ. ഗൗരി, പല്ലി എന്നൊക്കെ നമ്മൾ വിശേഷിക്കും. കൂറാനും പാറ്റയും ചിലപ്പോൾ ചേനത്തണ്ടനും ചങ്കുവരയും പോലെയുള്ള പാമ്പുകളും ഒക്കെ വീടിന്റെ ചുറ്റുപാടും വീടിന്റെ ചുമരിന്റെ ഉള്ളിലത്തെ അളയിലും ഒക്കെയായി പാർത്തിരുന്ന സർവ്വ ജീവജാലങ്ങളോടും കൂടി ജീവിച്ചിരുന്ന മനുഷ്യ സമൂഹമായിരുന്നു നമ്മൾ. അപ്പോൾ സ്വാഭാവികമായും മനുഷ്യന്റെ ഭാഷയും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂക്ഷ്മമായ നിരീക്ഷണങ്ങൾ, വാച്ചും കലണ്ടറും ഇല്ലാത്ത കാലഘട്ടത്തിൽ കൃത്യമായ സമയത്ത് കാലത്ത് എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് പാടത്തേക്ക് പോയിരുന്നതായ കർഷകർ നമുക്കുണ്ടായിരുന്നു. കൃത്യസമയത്ത് വഞ്ചിയെടുത്ത് ഏത് ദിക്കിലേക്ക് പോകണം എന്ന് കൃത്യതയോട് തന്നെ വഞ്ചിയിൽ പോയി മത്സ്യം പിടിച്ചിരുന്ന ആളുകളും നമ്മുടെ ഇടയിലുണ്ടായിരുന്നു. ഇവരൊന്നും കലണ്ടറും പഞ്ചാംഗവും നോക്കിയിട്ടൊന്നുമല്ല, നാളും തിഥിയും ഒക്കെ മനസ്സിലാക്കിയിരുന്നു. ഈ പ്രകൃതിയുടെ ചലനങ്ങളെ, ആകാശത്തിലെ സൂര്യന്റെ ഗതികളെ, നക്ഷത്രങ്ങളെ ഒക്കെ നോക്കിയിട്ടാണ്. അപ്പൊ പ്രകൃതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു യാത്ര പോകുമ്പോൾ ഒരു പല്ലി ചിലച്ചാൽ അതൊരു ഭാഷയാണ് എന്ന് മനസ്സിലാക്കാൻ ഇത്രത്തോളം യുക്തി മതി. അപ്പൊ എന്താ ഈ പല്ലി ചിലയ്ക്കുമ്പോൾ അതൊരു ഭാഷയാവുന്നത്? ഇടത് ഭാഗത്ത് നിന്ന് ഈ പല്ലി ചലച്ചു കഴിഞ്ഞാൽ യാത്രയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും എന്ന് പിന്നീടൊക്കെ ചില നിയമങ്ങളാക്കി മാറ്റി വെച്ച് യാത്ര പോകരുത് എന്നൊന്നും അല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. എന്തോ ഒരു സൂചന. അപ്പൊ പ്രകൃതിയുടെ ഈ ശബ്ദങ്ങളെ നിരീക്ഷിച്ചിരുന്ന ആളുകൾ അതിനെ തങ്ങളുടെ ജീവിതത്തിലെ പ്രവർത്തികളുടെ ഫലാഫല ചിന്തകൾക്കുള്ളതായ ചില ഭാഷയായി സ്വീകരിച്ചു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ചില പ്രത്യേക ദിക്കിൽ നിന്ന് കാക്ക കരയുമ്പോൾ അതിനെ ശകുനമായി സ്വീകരിച്ചു. നടന്നു പോകുന്ന സമയത്ത് പൂച്ച ചാടുമ്പോൾ എന്ന് വെച്ചാൽ പൂച്ച വിളറി പിടിച്ച് ഒരു വഴിയുടെ കുറുകെ ചാടുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാലെ വേറെന്തോ ഉണ്ട് എന്നാണ്, അല്ലെങ്കിൽ അതെന്തിനെയോ പിടിക്കാൻ പോകുന്നു എന്നാണ് അർത്ഥം. അത് ചിലപ്പോൾ വല്ല പാമ്പാവാം,
മറ്റു പലതും ആവാം, അല്ലേ? അപ്പൊ നോക്കുമ്പോൾ നമ്മളൊന്ന് ഇത്തിരി സൂക്ഷ്മതയോടുകൂടി നടക്കണം എന്നതായ ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പ് അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നു. ഇത് കൂടാതെ അനവധി പ്രകൃതി ഭാഷയോട് ചേർന്ന് നിൽക്കുന്ന ജീവിച്ചിരുന്ന ആളുകൾക്ക് അതിനെ വാക്കുകളെ കൊണ്ട് വ്യക്തമാക്കാൻ സാധിക്കാത്ത പല അനുഭവങ്ങളും ഉണ്ടായിരുന്നിരിക്കണം. അത് നമ്മൾ പ്രകൃതിയോട് ചേർന്ന് ജീവിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാവൂ. ഒരു കൊടുങ്കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ കാട്ടിനുള്ളിൽ ജീവിക്കുന്ന ആളുകൾക്ക് കാട്ടിലൂടെയുള്ള വഴികൾ അറിയാം. അവര് പലപ്പോഴും അവിടെയുള്ള മരങ്ങളെയും ചില പക്ഷികളുടെ ശബ്ദങ്ങളെയും ചില മൃഗങ്ങളുടെ സാന്നിധ്യങ്ങളെ അതിൻ്റെ ശരീരത്തിൽ നിന്ന് വരുന്ന ഗന്ധങ്ങളായും ഒക്കെയാണ് അവർ തിരിച്ചറിഞ്ഞിരുന്നത്. അപ്പോൾ ഗന്ധവും ശബ്ദവും ഒക്കെ ഭാഷയായി സ്വീകരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലുള്ളതാണ് ഈ നിമിത്തങ്ങൾ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ആ നിമിത്തങ്ങൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രസക്തിയുള്ളൂ. അല്ലാത്തിടത്തോളം ആ ഭാഷ നമുക്ക് ഉപകാരപ്പെടുകയില്ല, നമുക്കതിനെ വേർതിരിച്ചെടുക്കാൻ സാധിക്കുകയില്ല. എന്നാണോ പ്രകൃതി ഭാഷയിൽ നിന്ന് മനുഷ്യർ അകന്നു പോയത്, അന്ന് മുതൽ മനുഷ്യന് പ്രകൃതിയുടെ മാറ്റങ്ങളെ തിരിച്ചറിയാൻ കഴിയാതായി തുടങ്ങി. കൊടുങ്കാറ്റ് വരുമ്പോഴേക്കും മൃഗങ്ങളും പക്ഷികളും അറിയുന്നു, ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോഴേക്കും മൃഗങ്ങളും പക്ഷികളും അറിയുന്നു. മനുഷ്യൻ അറിയണമെങ്കിൽ കാലാവസ്ഥാ നിരീക്ഷണത്തിൽ നിന്നുള്ള അറിയിപ്പ് കിട്ടണം. അറിയിപ്പ് കിട്ടിയാൽ പോലും നമുക്ക് നമ്മളെ രക്ഷിക്കാൻ കഴിയാതെ പോകും. എന്നിട്ട് വിളിച്ചു ചോദിക്കുന്നു, എന്തേ ദൈവം വരാനേ? കണ്ണും കാലും മൂക്കും കയ്യും ബുദ്ധിയും യുക്തിയും ചിന്തയും വിചാരശക്തിയും ഒക്കെ ഉള്ളതായ ഒരു മനുഷ്യ ശരീരത്തിൽ ഇരുന്ന് ഇത്രയും സുന്ദരമായിരിക്കുന്ന പ്രകൃതിയെയും സുഖങ്ങളെയും എല്ലാം തന്ന ഈശ്വരീയമായ ശക്തിയെ ആരാധിക്കുന്നവരോട് അവരെ ഇകഴ്ത്താനും കളിയാക്കാനും വേണ്ടി പറയുകയാണ്, മനുഷ്യൻ തന്നെ തുരന്ന് എത്ര തന്നെ അപകടമാക്കി ഈ ഭൂമിയെ മാറ്റി വെച്ചിട്ട് മല തുരന്നു, അല്ലേ? പുഴയുടെ തീരത്ത് ആ പുഴകളെയൊക്കെ ഗതിമാറ്റി ഒഴുക്കിക്കൊണ്ട് നഗരങ്ങൾ ഉണ്ടാക്കിയും ഒക്കെ മനുഷ്യൻ ചെയ്യുന്ന ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്ന കാര്യങ്ങളെ കൊണ്ട് മനുഷ്യന് തന്നെ പ്രകൃതി വിനയായി വന്നപ്പോൾ എന്നിട്ട് ചോദിക്കുകയാണ്, ദൈവം എന്തേ വരാഞ്ഞത് രക്ഷിക്കാൻ? എന്ത് യുക്തിയാണ്? അപ്പൊ നിമിത്തം എന്ന് പറയുന്നതായ ആശയം അതൊരു പ്രകൃതി ഭാഷയാണ്, അത് ജീവിതത്തിന്റെ നിരീക്ഷണമാണ്. അതുകൊണ്ട് ആ നിമിത്തത്തെക്കുറിച്ച് വളരെ വിശദമായ ചില പ്രതിപാദനങ്ങൾ കൂടി പറയുന്നുണ്ട്. ഗ്രാമത്തിലെത്തുമ്പോൾ ആ ഗ്രാമത്തിൽ കാട്ടിലെ ജീവികളെ ഗ്രാമത്തിൽ കണ്ടാലും ഗ്രാമത്തിലെ ജീവികളെ കാട്ടിൽ കണ്ടാലും അത് ദുർനിമിത്തമാണ്. അത് ദേശനിമിത്തം എന്ന് പറയുന്ന നിമിത്തം. കാലവിശേഷത്തെ സംബന്ധിച്ച നിമിത്തങ്ങളാണ് കാലം തെറ്റി ഉണ്ടാകുന്ന മഴ, കാലം തെറ്റി ഉണ്ടാകുന്ന വേനൽ, കാലം തെറ്റി ഉണ്ടാകുന്നതായ വൃക്ഷങ്ങളുടെ ഫലം ഉണ്ടാവൽ. ഇതൊക്കെ കാലം തെറ്റിയാൽ പൂക്കൾ ഉണ്ടാകുന്നത്. ഇപ്പൊ നമ്മളൊക്കെ കാണാറുണ്ട്, ചില സമയത്ത് മേടമാസം ആകുമ്പോഴേക്കും കണിക്കൊന്ന പൂക്കും. മേടമാസമായ ഒരു സ്ഥലത്തും കണിക്കൊന്ന കിട്ടാനില്ല. അങ്ങനെ മേടമാസത്തിന് മുമ്പേ കണിക്കൊന്ന പൂത്ത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം പിന്നെ ആ പരിസരത്തുള്ളതായ പല മാവുകളും വേണ്ടതുപോലെ കായ്ക്കുകയില്ല. ഇതിന് കാരണം ഈ മാവില് വേണ്ടതുപോലെ പരാഗണം നടത്തേണ്ടതായിരിക്കുന്നതായ ചില വണ്ടുകളുണ്ട്, സൂക്ഷ്മ രൂപത്തിലുള്ള ചില വണ്ടുകൾ. ഈ വണ്ടുകൾ ഉണ്ടാകുന്നത് കണ്ടൽക്കാടുകളിലാണ്. ഈ കണ്ടൽക്കാടുകളിലെ വണ്ടുകൾ ചെന്ന് മുട്ടയിടുന്നത് ഈ ആല്, ഇലഞ്ഞി, പേരാല് മുതലായിരിക്കുന്ന വടവൃക്ഷങ്ങളുണ്ടല്ലോ, വടവൃക്ഷങ്ങളുടെ പൂക്കളിൽ, ഇലകളുടെ ആ കൂമ്പിലൊക്കെയാണ് മുട്ടയിടുന്നത്. അതിന് പൂവ് വിരിഞ്ഞു കഴിഞ്ഞാൽ ആ പൂവിൽ അതിൽ നിന്ന് തേൻ കുടിച്ചാണ് മുട്ട വിരിഞ്ഞ് ഈ വണ്ടുകൾ അവിടെ നിന്ന് യാത്ര ചെയ്ത് വീണ്ടും കണ്ടൽക്കാടുകളിലേക്ക് പോകുന്നു. ഈ പോകുന്ന വഴിയില് ഈ വടവൃക്ഷങ്ങളുടെ പരാഗണം നടക്കുന്നു. പക്ഷേ ഈ പറയുന്ന വണ്ടുകളെ പോലെയുള്ള സൂക്ഷ്മ ജീവികൾ അന്തരീക്ഷത്തിന്റെ ചൂടുമായി ബന്ധപ്പെട്ടാണ് അവയുടെ ജീവിത അവസ്ഥ. അപ്പോൾ ഈ ചൂടിന്റെ ഗതിമാറ്റം ഉണ്ടാകുമ്പോൾ ഈ വണ്ടുകളുടെ
പ്രജനന പ്രക്രിയകളുടെ താളം തെറ്റുന്നു. വണ്ടുകൾ മാത്രമല്ല, പലതരത്തിലുള്ള ജീവികൾ. ഈ പ്രജനന പ്രക്രിയ താളം തെറ്റുന്നതോടെ ഈ പരാഗണം നടക്കാതാവുന്നു. പരാഗണം നടക്കാതാവുമ്പോൾ ഈ പറഞ്ഞ മാവ് മുതലായവ കായ്ക്കുന്നതിൽ കാലഭേദമുണ്ടാവും. അപ്പൊ കണിക്കൊന്ന നേരത്തെ പൂത്താൽ തൊട്ടടുത്തുള്ള തേന്മാവ് കായ്ക്കാൻ സാധ്യതയില്ല എന്ന് ചില കാരണന്മാർ പറയാറുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്കറിയില്ല, പക്ഷേ പലപ്പോഴും ശരിയായി കണ്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ കാരണം കണിക്കൊന്ന നേരത്തെ പൂക്കുന്നത് നേരത്തെ ചൂട് വരുന്നതുകൊണ്ടാണ്. നേരത്തെ ചൂട് വന്നാൽ സ്വാഭാവികമായിട്ടും മാവ് പൂക്കുന്ന സമയമാകുമ്പോൾ മഴ പെയ്യും. മഴ പെയ്താൽ ഈ മാവിലുള്ള പൂക്കളൊക്കെ കരിഞ്ഞു പോകും. സ്വാഭാവികമായും കായ്ഫലം കുറയും. അപ്പൊ ഇതൊക്കെ പ്രകൃതിയെ നിരീക്ഷിച്ചുകൊണ്ട്, ഈ പ്രകൃതിയുടെ ഭാഷയെ അറിഞ്ഞുകൊണ്ട് ജീവിച്ച ഒരു കാലഘട്ടത്തിലെ മനുഷ്യരുടെ അറിവുകളായി. ഇതിനെയൊക്കെ നിമിത്ത ശാസ്ത്രമായി അവതരിപ്പിക്കുന്നു. പിന്നീട് സ്വപ്നത്തെക്കുറിച്ച് പറയുന്നു മത്സ്യവിജ്ഞാനം. മനുഷ്യൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയും നിദ്രാവസ്ഥയിൽ മനുഷ്യൻ മറ്റൊരു ലോകത്തേക്ക് പോകുന്നു. അതാണ് സ്വപ്നം. സ്വപ്നം കണ്ട് ഉണർന്നതിന് ശേഷം ആ സ്വപ്നം ഓർമ്മയുണ്ടെങ്കിൽ ആ സ്വപ്നം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ചില സന്ദേശങ്ങളാണ് എന്ന രീതിയിൽ സ്വപ്ന വ്യാഖ്യാനം വളരെ പ്രധാനമായ ഒരു അധ്യായം കൊണ്ട് തന്നെ മത്സ്യപുരാണം വർണ്ണിക്കുന്നുണ്ട്. ഇത് മത്സ്യപുരാണത്തിൽ മാത്രമല്ല, മഹാഭാരതത്തിൽ, രാമായണത്തിൽ ഒക്കെ സ്വപ്ന വ്യാഖ്യാനങ്ങളുണ്ട്. എന്നിട്ടാണ് ഇവിടെയുള്ള പല ആധുനിക തത്വചിന്തകരും പറയുന്നു, ഭാരതത്തിൽ മനഃശാസ്ത്രത്തിന് വികാസം ഉണ്ടായില്ല. അത് വേണ്ടതുപോലെ ഈ പുരാണങ്ങളൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് സംഭവിച്ച ഒരു ഉക്രിയാണ്, തെറ്റിദ്ധാരണ. മനഃശാസ്ത്രമാണ് മഹാഭാരതവും രാമായണവും ഈ പറഞ്ഞ പുരാണങ്ങളും ഒക്കെ. മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താ? ഇപ്പോൾ സൈക്കോളജിക്കലായി ഓരോ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്ന ചില ആളുകളൊക്കെ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന് ചിലരൊക്കെ പറയാറുണ്ട്, ചില കൃതികളിലൊക്കെ എഴുതി കണ്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരിലും ഒരു ക്രിമിനൽ ഉണ്ട്. എല്ലാ മനുഷ്യരും ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഭ്രാന്തന്മാരാണ്. എല്ലാ മനുഷ്യരിലും ചെലുത്താനുണ്ട്, പാപവാസനയുണ്ട്. ഇത്തരത്തിലുള്ളതായ ചില ഉക്തികളാണ് മനഃശാസ്ത്രത്തിന്റെ അടിസ്ഥാനമായിട്ട് പലതിലും ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷെ ഭാരതീയ മനഃശാസ്ത്രം എന്താ പറഞ്ഞതെന്നറിയോ? എല്ലാ മനുഷ്യരിലും ഈശ്വരനുണ്ട്, എല്ലാ മനുഷ്യരിലും നന്മയുണ്ട്. ഏതാ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ചിന്ത? എല്ലാ മനുഷ്യരിലും ക്രിമിനലുണ്ട് എന്ന് പറഞ്ഞ് സകല മനുഷ്യരെയും ക്രിമിനൽ ഭാവത്തിൽ കാണുകയും ആ ക്രിമിനൽ ഭാവത്തിൽ കാണുന്നത് കൊണ്ട് ആ മനോഭാവന വളർന്ന് പുതിയ തലമുറയെ ഇപ്പൊ പഠിപ്പിക്കുന്നത് എന്താ? ആരെയും വിശ്വസിക്കരുത്. മഹത്തരമായിരിക്കുന്ന വ്യക്തിത്വ ജാഗരണ ക്ലാസ്സുകളിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളിലെ, മോട്ടിവേഷൻ ക്ലാസ്സുകളിലെ ഉക്തികളാണ്. ഈ മോട്ടിവേഷൻ ക്ലാസ്സുകളാണെങ്കിലോ ഇഷ്ടംപോലെ ആളുകൾ ഇപ്പോ യൂട്യൂബിലൂടെയൊക്കെ ഇങ്ങനെ നടത്തുമ്പോൾ ആളുകളൊക്കെ അതിന്റെ പിന്നാലെ പോവുകയാണ്. ഇഷ്ടംപോലെ കാശ് കൊടുത്ത് മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ ചെന്നിരിക്കുന്നവരുണ്ട്. അവര് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പരാജയപ്പെട്ടവരാണ് ഈ മോട്ടിവേഷൻ ക്ലാസ് നടത്തി ജീവിക്കാൻ പോകുന്നത്, ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്താണ്? ഉദ്ധരേത് ആത്മനാത്മാനം എന്ന ഭഗവത്ഗീതയിലെ ഉക്തിയാണ്. നമ്മൾ നമ്മളെ തന്നെ ഉദ്ധരിക്കണം. മറ്റൊരാളുടെ ഉപദേശം കേട്ടുകൊണ്ടല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മൾ സ്വയം നിരീക്ഷിക്കുക, നമ്മളെ നിരീക്ഷിക്കുക, നമുക്ക് ചുറ്റുപാടുകളെ നിരീക്ഷിക്കുക. നമ്മൾ എന്തുകൊണ്ട് പരാജയപ്പെട്ടു, അല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് ഒരു വിഷയത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നതിനെ കുറിച്ച് നമ്മൾ സ്വയം മനനം ചെയ്ത് നമുക്ക് നേടേണ്ടത് എന്ത് എന്നതിനെ കുറിച്ചൊരു ധാരണയുണ്ടാക്കി ആ ധാരണയിലൂടെ മുന്നോട്ട് പോകാൻ അതിനുവേണ്ടിയുള്ള പ്രയത്നം സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നതിനേക്കാൾ വലിയ മോട്ടിവേഷൻ ഒന്നുമില്ല. അവനവൻ തന്നെ മോട്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ പറയുന്നതാണ്, ഭാരതീയ മനഃശാസ്ത്രം എന്ന് പറയുന്നത് എല്ലാവരിലും ഒരു നന്മയുണ്ട് എന്ന് ചിന്തിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. എല്ലാവരിലും ഈശ്വരനുണ്ട്. ആ ഈശ്വരീയതയെ ഉണർത്തുമ്പോൾ, ആ നന്മയെ ഉണർത്തുമ്പോൾ സമൂഹത്തിലും ആ നന്മ തെളിഞ്ഞു വരും. മനുഷ്യരാശിക്ക് തന്നെ അത് നന്മയായി മാറും. ലോകത്തിന് മുഴുവൻ അത് നല്ലത് പ്രദാനം ചെയ്യുന്നു.
ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയിലുള്ള മനഃശാസ്ത്രത്തിന്റെ മനോഹാരിത മനുഷ്യൻ എത്ര തന്നെ വികസിച്ചു എന്ന് പറഞ്ഞ് പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കിയാലും കണ്ടെത്താൻ സാധിക്കുകയില്ല. ഭാരതത്തിൽ ഉണർന്ന സംസ്കൃതി അതാണ്. അപ്പൊ അതിനെയൊക്കെ വ്യക്തമായി പ്രതിപാദിക്കുന്ന അനവധി തരത്തിലുള്ള ധർമ്മദർശനങ്ങളിലൂടെ കൂട്ടിക്കൊണ്ടുപോയി മത്സ്യപുരാണം ദാനാദികളെ കുറിച്ചൊക്കെ വർണ്ണിച്ച് പൂർണ്ണമാവും. ഇപ്പൊ മത്സ്യപുരാണത്തിൽ വളരെ പ്രധാനമായും ഈ ശ്രാദ്ധാദി ക്രിയകളെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ജീവന്റെ ജന്മാന്തര ഗതികളെ കുറിച്ചൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതിനെയൊക്കെ മാത്രമല്ല ഈ മത്സ്യപുരാണം പറയുന്നത് മത്സ്യമൂർത്തി മനുവിനോടാണ്. മനു എന്ന് പറയുന്നത് ആ മനു പിന്നീട് മന്വന്തരത്തിൽ നടപ്പിലാക്കിയതായ ധർമ്മങ്ങളെയാണ് മനുസ്മൃതി എന്ന് വിളിക്കുന്നത്. സ്മൃതിയുമായി അപ്പോൾ ഇതിന് ബന്ധമുണ്ട്. അപ്പോൾ സ്മൃതിയുമായി മത്സ്യം എന്ന് പറയുന്നതായ ആകാരത്തിന് വല്ല ബന്ധമുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഇവിടെ പലപ്പോഴും അവതാരങ്ങളുടെ ക്രമം പറയുമ്പോൾ മത്സ്യ, കൂർമ്മ, വരാഹ, നരസിംഹ, വാമന, പരശുരാമ, ബലരാമ അവതാരങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവതാരങ്ങളെ വ്യാഖ്യാനിക്കുന്ന ആളുകള് ഇതിനെ പരിണാമ സിദ്ധാന്തവുമായിട്ടൊക്കെ കൂട്ടിയിണക്കി സയൻസ് ആക്കി മാറ്റാൻ ശ്രമിക്കാറുണ്ട്. ദയവ് ചെയ്ത് ആധുനിക സയൻസായി പുരാണങ്ങളിൽ പറയാതിരിക്കുക. അത് പുതിയ തലമുറ നമ്മളെ നോക്കി കളിയാക്കി ചിരിക്കും. കാരണം കയ്യിലെ വിരൽത്തുമ്പിലാണ് ഗൂഗിൾ കിടക്കുന്നത്. ഗൂഗിൾ ദൈവത്തോട് എന്ത് ചോദിച്ചാലും പറഞ്ഞു തരുന്ന ഒരു കാലഘട്ടത്തിൽ സയൻസിന്റെ ആപ്തവാക്യങ്ങളൊക്കെ എടുത്ത് പുരാണങ്ങളോട് കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്ന ഒരു വിഡ്ഢിത്തമാണ്. ഒന്നാമത്തെ കാര്യം, ഭാരതീയമായ സങ്കല്പം അനുസരിച്ച് ശാസ്ത്രം എന്ന വാക്കിന്റെ അർത്ഥം സയൻസ് എന്നല്ല. സയൻസിന്റെ ശരിയായിരിക്കുന്ന പര്യായ പദമല്ല ശാസ്ത്രം എന്ന്. ശാസ്ത്രം എന്ന പദത്തിന് സംസ്കൃതത്തിൽ കൊടുക്കുന്ന വ്യാഖ്യാനം പ്രവർത്തിച്ച നിവൃത്തിച്ച നിത്യേന കൃതകേനവ പുംസാം ഏനോപദിശ്യതേ തച്ഛാസ്ത്രമിതി ലഭ്യതയെന്ന്. പ്രവർത്തിക്കേണ്ടതെന്ത്, പ്രവർത്തിക്കരുതാത്തതെന്ത്, എന്നും പ്രവർത്തിക്കേണ്ടതെന്ത് എന്ന് മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്നത് എന്തോ അതിനെയാണ് ശാസ്ത്രം എന്ന് വിളിച്ചത്. പക്ഷേ നമ്മൾ ആധുനികമായ സയൻസ് എന്ന് പറയുന്നത് പദാർത്ഥ ചിന്തയാണ്. ഭൗതിക വസ്തുക്കളെ കുറിച്ചുള്ള ചിന്തകളാണ്. ഭൂമിയെ പദാർത്ഥമായി കാണുകയാണ്. സകലത്തിലുമുള്ളതായ ആ ചലനത്തിന്റെ കാരണമായ ഊർജത്തെ പദാർത്ഥമായി കണ്ടുകൊണ്ട് തേടുന്നതാണ് ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും സുവോളജി ആയാലും എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. പക്ഷെ ഭാരതീയമായ ഈ ശാസ്ത്രങ്ങൾ ദാർശനികമാണ്. അത് ഈ പറഞ്ഞ പദാർത്ഥങ്ങളുടെ ഒക്കെ ചലനങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ ഊർജ സ്രോതസ്സുകളെ അനുഭവതലത്തിൽ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണേണ്ടത്, അത് എങ്ങനെയാണ് അനുഭവമായി പരിണമിക്കുന്നത്, അതെങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിന്റെ വൈജ്ഞാനികമായിരിക്കുന്ന ജ്ഞാനാത്മകമായിരിക്കുന്ന ഒരു സാക്ഷാത്കാരമാക്കി മാറ്റുക. അപ്പോൾ ഈ സ്രോതസ്സുകളെയൊക്കെ ഈശ്വരീയമായ ഭാവത്തിലൂടെ കണ്ട് പ്രപഞ്ചത്തിന്റെ കാരണത്തിലേക്കുള്ളതായ അനുനിമിഷം നമ്മുടെ ചിന്തയെ ആ കാരണത്തിലേക്ക് ചേർത്ത് നിർത്തി നമ്മൾ ജീവിക്കുന്നത് പോലും ആ കാരണത്തിന്റെ ഇച്ഛ കൊണ്ടാണ് എന്നുള്ള ബോധത്തോടുകൂടി നിലനിർത്തി ധാർമ്മികമായി ഒരു ജീവിതത്തെ നമുക്ക് പകർന്നു തരാൻ വേണ്ടിയാണ് ഈ പറയുന്ന ദാർശനിക സ്വരൂപത്തിലുള്ള ശാസ്ത്രങ്ങൾ, ഭാരതീയ ശാസ്ത്രങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ മത്സ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പറയുന്ന പരിണാമ സിദ്ധാന്തത്തിലെ ജലത്തിൽ ജീവിക്കുന്ന ജീവിയായ മത്സ്യങ്ങളെ കുറിച്ച് പറഞ്ഞതാണ് ഈ അവതാരത്തിലെ മത്സ്യാവതാരം. അത് കഴിഞ്ഞ് കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവിയായ കൂർമാവതാരം. അത് കഴിഞ്ഞ് പിന്നെ കരയിൽ ഇഴഞ്ഞു നടക്കുന്നതായ ജീവജാലങ്ങൾ നാൽക്കാലികളായി പരിണമിച്ചതായ കഥയാണ് വരാഹം. പിന്നെ നാലുകാലിൽ ജീവിക്കുന്ന ജീവികളൊക്കെ പിന്നീട് മനുഷ്യനിലേക്കുള്ള ഒരു പരിവർത്തനത്തിന്റെ കാലത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ നരസിംഹം, മനുഷ്യനും മൃഗവുമായിട്ടുള്ള ഭാവം. പിന്നീട് വാലുള്ള കുരങ്ങന്മാരുടെ കാലഘട്ടത്തിൽ നിന്ന് വാല് കൊഴിഞ്ഞ് കുറുകിയ മനുഷ്യനായ നിയാണ്ടർത്തല പോലെയുള്ളതായ ആദിമ മനുഷ്യന്റെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് കുറുകിയ മനുഷ്യനായ വാമനൻ. പിന്നീട് കാടൊക്കെ വെട്ടിത്തെളിച്ച് കാട്ടിൽ ജീവിച്ച മനുഷ്യന്റെ പ്രതീകമായിട്ടാണ് പരശുരാമൻ. പിന്നീട് ദേശങ്ങളെ, ഗോത്രങ്ങളെ ഉണ്ടാക്കിയ സാമൂഹികമായ ജീവിതത്തിലെ യുദ്ധങ്ങളിലൂടെ അവനവന്റെ ദേശങ്ങളെ, അതിർത്തികളെ സംരക്ഷിച്ച മനുഷ്യ ഗോത്ര കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് രാമാവതാരം. പിന്നീട് ആധുനിക ബുദ്ധി ഉണർന്ന മനുഷ്യന്റെ കാലഘട്ടത്തെ സൂചിപ്പിക്കുന്നതാണ് കൃഷ്ണാവതാരം എന്നൊക്കെ പറഞ്ഞ് ഈ അവതാരങ്ങളെ വ്യാഖ്യാനിക്കുമ്പോഴുള്ള കുഴപ്പം, മത്സ്യാവതാര കഥ പറയുമ്പോൾ അവിടെ മനുഷ്യനുണ്ട്. ആദ്യത്തെ മനുഷ്യൻ മനുവാണ്, അല്ലേ?
അപ്പൊ ഒരിക്കലും അത് പരിണാമ സിദ്ധാന്തമായി കൂട്ടിച്ചേർക്കാൻ പറ്റില്ല. അതല്ല, പരിണാമം എന്ന് പറയുന്നത് പണ്ടേ പുരാണങ്ങളിൽ ഉപയോഗിച്ച വാക്കാണ്. ഒരു വസ്തു മറ്റൊന്നായി പരിണമിക്കുന്നു. അത് ലോകം നിലനിൽക്കുന്നത് തന്നെ ആ പരിണാമത്തിലാണ്. അത് ചലന സിദ്ധാന്തവുമായിട്ടാണ് ബന്ധിപ്പിക്കാൻ സാധിക്കുക. അപ്പൊ എന്താണ് ഈ മത്സ്യം എന്നത്? അത് ദാർശനികമായിരിക്കുന്ന സ്വരൂപമാണ്, മനസ്സിന്റെ പ്രതീകമാണ് മത്സ്യം. ഏത് ദർശനങ്ങളും പ്രപഞ്ച ദർശനങ്ങളെ അവതരിപ്പിക്കണമെങ്കിൽ അതിനെ അടിസ്ഥാന തത്വങ്ങളിലൂടെ അല്ലാതെ അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ സ്മൃതി എന്ന് പറയുന്നത്, ബോധം എന്ന് പറയുന്നത്, ഓർമ്മ എന്ന് പറയുന്നത് ബുദ്ധിയുടെ സവിശേഷമായിരിക്കുന്ന ഒരു ഭാവമാണ്. ഓർമ്മയില്ലെങ്കിൽ നമുക്ക് ഈ വൈജ്ഞാനികമായ യാത്ര ഒരിക്കലും സംഭവിക്കുകയില്ല. ഓർമ്മയാണ് വൈജ്ഞാനിക യാത്രയുടെ അടിസ്ഥാനം. ഈ ഓർമ്മ മനസ്സിന്റെ സ്വഭാവമാണ്. മനസ്സിന്റെ അനുഭവങ്ങളാണ് ഓർമ്മകളായി പരിണമിക്കുന്നത്. ശബ്ദമായാലും കാഴ്ചയായാലും ഗന്ധമായാലും എല്ലാം സ്വീകരിച്ച് മനസ്സിൻ്റെതായ അനുഭവ തലത്തിൽ അത് അതിൻ്റെതായിരിക്കുന്ന ചില സങ്കേതങ്ങളാക്കി തലച്ചോറിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തലച്ചോറ് അതിന് പ്രത്യേകമായിരിക്കുന്നതായ ചില രൂപഭാവങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു വെക്കുന്നു. അങ്ങനെ സംരക്ഷിച്ചു വെക്കുന്ന നിശ്ചയാത്മിക ബുദ്ധി, ആ ബുദ്ധിയുടെ പ്രഭാവമായി നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മുടെ ചിന്തയുടെ വിചാരങ്ങളുടെ സ്വഭാവഗതികൾക്കനുസരിച്ച് അതിനെ ചില രൂപങ്ങളായി നമുക്ക് തലച്ചോറ് പകർന്നു തരുന്നു. ആ പകർന്നു തരുന്ന പ്രക്രിയയ്ക്കാണ് ഓർമ്മ എന്ന് പറയുക. അതിനെയാണ് സ്മൃതി എന്ന് വിളിച്ചത്. അപ്പോൾ ഈ സ്മൃതി എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ആവർത്തനോ സ്മൃതി, അത് സംസ്കാരം. ആവർത്തിച്ച് പറയുന്നതും കാണുന്നതും കേൾക്കുന്നതും മണക്കുന്നതുമാണ് സ്മൃതിയായി പരിണമിക്കുന്നതെങ്കിൽ ഇവിടെ മനു നമുക്ക് ഉപദേശിച്ചു തന്ന സ്മൃതി എന്ന് പറയുന്നത് മനുഷ്യ ജീവിതത്തിന്റെ ആവർത്തനങ്ങളാണ്. മനുഷ്യൻ പണ്ടുകാലം തൊട്ടേ ആവർത്തിച്ച് ചെയ്തുകൊണ്ട് ഇരുന്നത് എന്തൊക്കെയാണ്? ശരീരം ചളിയാവാതിരിക്കാൻ കുളിക്കും, ചളിയായാൽ കുളിച്ച് വൃത്തിയാക്കുക, ശരീരത്തെ ശുചിയാക്കുക, മനസ്സിനെ ശുചിയാക്കുക, അവനവന്റെ കർമ്മങ്ങളെ ശ്രദ്ധയോടുകൂടി ചെയ്യത്തക്കവണ്ണം എന്തൊക്കെ തരത്തിലുള്ള അറിവുകൾ പ്രകൃതിയിൽ നിന്ന് സ്വാംശീകരിക്കേണ്ടതുണ്ടോ അതിനെ സ്വാംശീകരിച്ചുകൊണ്ടിരിക്കുക, അവനവന്റെ ഉള്ളിലെ ചിന്തകളെ ചുറ്റുമുള്ളവർക്ക് ആശയവിനിമയം ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള ശബ്ദങ്ങളെ പരിശീലിക്കേണ്ടതുണ്ടോ ആ ശബ്ദങ്ങളെ പരിശീലിച്ചു കൊണ്ടിരിക്കുക, ഭാഷകളെ പരിശീലിച്ചു കൊണ്ടിരിക്കുക. ഇത്തരത്തിലുള്ളതായ ഏതൊക്കെ ആവർത്തനങ്ങളുണ്ടോ ഈ ആവർത്തനങ്ങളൊക്കെ സ്മൃതികളായി പരിണമിച്ചു. അപ്പോൾ ഈ സ്മൃതിയായി മാറിയതായ ഈ ധർമ്മ സംവാദങ്ങളെ ഉപദേശിച്ചു കൊടുത്ത മത്സ്യമൂർത്തി മനസ്സിന്റെ പ്രതീകമായി മാറുന്നു. കാരണം മനസ്സിനും മത്സ്യത്തിനും ചില സമാനതകളുണ്ട്. മാംസം അതതി ഇതി മത്സ്യം എന്നാണ് മത്സ്യപദത്തിന്റെ അർത്ഥത്തെ വ്യാഖ്യാനിക്കുന്നത്. മാംസത്തെ അതനം ചെയ്യുന്നത്, തിന്നുന്നത്, കഴിക്കുന്നത്. മാംസം എന്ന് പറഞ്ഞാൽ എന്താ? ഈ ശരീരബോധമാണ്. അപ്പൊ ഈ ശരീരബോധത്തെ അറിയുന്നത് അല്ലെങ്കിൽ അനുഭവിക്കുന്നത്, അതിനെ അനുഭവവേദ്യമാക്കുന്ന ഒരു തത്വമായിട്ടാണ് മനസ്സിനെ ദർശനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ മനസ്സിന്റെ സ്വഭാവം എന്താ? അത് നാം ഇപ്പോൾ ഈ മഹാസമുദ്രത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ആ മഹാസമുദ്രത്തോളം വികാസം പ്രാപിക്കുന്നു. നമ്മളൊരു കുന്നിക്കുരുവിലേക്ക് നോക്കിയാൽ നമ്മുടെ മനസ്സ് ആ കുന്നിക്കുരുവോളം ചെറുതാകുന്നു. നമ്മളൊരു അഗ്നിനാളത്തിലേക്ക് നോക്കുമ്പോൾ അഗ്നിനാളത്തിന്റെ ചലനങ്ങൾക്കനുസരിച്ച് നമ്മുടെ മനസ്സും അഗ്നിനാളത്തിലേക്ക് സ്വയം തലകായം പ്രവേശം ചെയ്യും. നമ്മുടെ മനസ്സ് അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക്, ഒരു വാഹനത്തിലേക്ക് നമ്മുടെ ആ മനസ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സും അതുപോലെ സഞ്ചാര ഭാവത്തെ പൂണ്ടും അത് ശരീരത്തെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. അതുകൊണ്ടാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് തീവണ്ടി പോകുന്ന സമയത്ത് ആ തീവണ്ടിയിലേക്ക് കുറച്ചു നേരം നോക്കി നിന്നാൽ നമ്മുടെ ശരീരം ഇളകാൻ തുടങ്ങും. ചിലപ്പോൾ തലചുറ്റി വീഴും ചില ആളുകളൊക്കെ. അപ്പൊ മനസ്സിന്റെ ഈ പ്രത്യേകത ഇതല്ലേ നമ്മൾ മത്സ്യപുരാണത്തിന്റെ തുടക്കത്തിൽ കേട്ടത്? സത്യവ്രതൻ തന്റെ കൈക്കുമ്പിളിലെടുത്ത മത്സ്യത്തെ കമണ്ടലുമിലിട്ടു. അപ്പോൾ ആ മത്സ്യം എത്രത്തോളമായി? ആ കമണ്ടലുവോളം വലുതായി. അതിൽ നിന്ന് വലിയ പാത്രത്തിലിട്ടപ്പോൾ വലിയ പാത്രത്തോളം വലുതായി. അതിൽ നിന്ന് തടാകത്തിലിട്ടു തടാകത്തോളം വലുതായി. അതിൽ നിന്ന് പുഴയിലിട്ടു പുഴയോളം വലുതായി. അതിൽ നിന്ന് കടലിലിട്ടു കടലോളം വലുതായി. ആ മനസ്സിനെ ഈശ്വരനായി കാണുന്നു. മനയേവ ഈശ്വര, മനസ്സ് ഈശ്വര സ്വരൂപമാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഈശ്വര സ്വരൂപമാണ്. അപ്പൊ നമ്മുടെ മനസ്സ് ഈശ്വര സ്വരൂപമാണെങ്കിൽ ഈശ്വര സ്വരൂപമായ ആ മനസ്സ് എന്തുകൊണ്ട് നാം ആ ഈശ്വരാനുഭവം നമ്മളെ പോലുള്ള ആളുകൾക്ക് കിട്ടുന്നില്ല എന്ന് വെച്ചാൽ അർത്ഥം മനസ്സ് ഈശ്വര സ്വരൂപമാണെങ്കിലും
ആ മനസ്സിലേക്ക് എന്തൊക്കെയാണ് ഇപ്പോൾ ഒഴുകി ചേർന്നിരിക്കുന്നത്? ശുദ്ധമായൊരു തടാകത്തിലേക്ക് ആ ചുറ്റുമുള്ളതായ അനവധി തരത്തിലുള്ളതായ അരുവികളും കൊച്ചു 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 നീരൊഴുക്കുകളും ഒക്കെ വന്നു ചേർന്ന് അതിലുള്ള ധാതു ലവണങ്ങളും എല്ലാം ഈ തടാകത്തിലേക്ക് ഒഴുകി ആ തടാകജലം ധാതു ലവണങ്ങളാൽ ആവൃതമായിരിക്കുന്നത് പോലെ നമ്മുടെ മനസ്സ് കണ്ടുകൊണ്ടുവരുന്ന കാഴ്ചകൾ, ചെവി കൊണ്ടുവരുന്ന ശബ്ദങ്ങൾ, മൂക്കിനാൽ അനുഭവിക്കുന്ന ഗന്ധങ്ങൾ, ത്വക്കിനാൽ അനുഭവിക്കുന്ന രുചി സ്പർശസുഖങ്ങൾ, നാവിനാൽ അനുഭവിക്കുന്ന രുചിഭേദങ്ങൾ, ഇവയാൽ നമ്മുടെ മനസ്സ് കലുഷമായിരിക്കുന്നത് കൊണ്ട് ആ മനസ്സ് സ്വയം ഈശ്വര സ്വരൂപമാണെങ്കിലും ആ മനസ്സാകുന്ന ഈശ്വരനെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഈശ്വരനെ അനുഭവിക്കാൻ എന്ത് വേണം? മനസ്സിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ കാലുഷ്യങ്ങളെ ഇല്ലാതാക്കി മനസ്സിനെ ശുദ്ധീകരിക്കണം. ഇതെന്താ വഴി? എപ്പോഴും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടും ഈ ജലധാര ഇങ്ങനെ പലതരത്തിലുള്ളതായ അരികളും ഒക്കെ ഒഴുകി വന്നുകൊണ്ടും ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഈ കാലുഷ്യം അവസാനിക്കില്ല. പാത്രത്തിൽ ചടിവെള്ളം കലക്കി ഇരുന്നു കഴിഞ്ഞാൽ ആ ചടിവെള്ളം ശുദ്ധമാവണമെങ്കിൽ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, ആ പാത്രം എവിടെയെങ്കിലും അനങ്ങാതെ വയ്ക്കുക. അതുപോലെ ഈ മനസ്സിനെ, ഈ ശരീരമാകുന്ന പാത്രത്തിലിരിക്കുന്ന ഈ മനസ്സിനെ അല്പനേരം നിശ്ചലമാക്കാനുള്ള ഒരു വഴിയാണ് കണ്ണടച്ച് ധ്യാനിച്ചിരിക്കുക എന്ന് പറയും. ശാന്തമാകാനുള്ള വഴി ഇന്ദ്രിയ വിഷയസുഖങ്ങളിൽ നിന്ന് നാം അല്പനേരം പിന്തിരിയുക. ഇതിന് അഷ്ടാംഗയോഗ പദ്ധതികൾ നമുക്ക് ഉപദേശിച്ചു തന്നു. അപ്പോൾ മത്സ്യപുരാണം നമുക്ക് മനസ്സ് ഈശ്വര സ്വരൂപമാണ്, ആ സ്മൃതികളാണ്, മനസ്സിലൂടെയാണ് യഥാർത്ഥത്തിൽ മനസ്സിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സ്മൃതികളെല്ലാം ലോകത്ത് പ്രചരിക്കുന്നത്. ഈ സ്മൃതികളിൽ പറയുന്ന ധർമ്മമൂല്യങ്ങളെല്ലാം മനസ്സിനെ നിയന്ത്രിച്ച് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങൾക്കും നമ്മുടെ ജീവിതം കൊണ്ട് സൗഖ്യത്തെ പകരുവാനുള്ളതാണ് എന്നുള്ളതായ ആ തത്വത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് കൂർമ്മപുരാണത്തിലേക്ക് കടക്കുമ്പോഴാണ് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള യോഗ ചര്യകളെ കുറിച്ചുള്ള വിശദമായ വിവരണമാണ് കൂർമ്മപുരാണത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പൊ കൂർമ്മം ആരായി? യോഗാവസ്ഥയിലുള്ളതായ ബുദ്ധിയുടെ പ്രതീകമായി മാറുന്നു കൂർമ്മം എന്ന് പറയുന്നത്. അല്ലാതെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവകാലഘട്ടത്തെ സൂചിപ്പിക്കുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ പ്രതീകമല്ല കൂർമാവതാരം. കൂർമാവതാരം എന്താണ്? ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കുന്ന ബുദ്ധിയുടെ അവസ്ഥ. അപ്പൊ ഈ പറഞ്ഞ മനസ്സിന്റെ കാലുഷ്യത്തെ ഇല്ലാതാവണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ അടക്കണമെന്ന് പറഞ്ഞുവല്ലോ. അതെങ്ങനെ ഇന്ദ്രിയങ്ങളെ അടക്കാമെന്ന് മനസ്സിലാവണമെങ്കിൽ നമ്മൾ കൂർമ്മപുരാണം വേണ്ടതുപോലെ കേൾക്കണം. ഞാൻ കൂർമ്മ അവതാരമൂർത്തിയായ സാക്ഷാത് മഹാവിഷ്ണു ഇന്ദ്രദ്യുമ്നൻ എന്ന ബ്രാഹ്മണനും പിന്നീട് ഇന്ദ്രാദികൾ ചോദിച്ചപ്പോൾ ആ ദേവന്മാർക്കും കൂർമ്മപുരാണം പറഞ്ഞു കൊടുത്തുകൊണ്ട് സൂതൻ ഈ പുരാണത്തെ ആരംഭിച്ചു എന്ന കഥയാണ് പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ യോഗാവസ്ഥകളിലൂടെ മനസ്സിനെ നിയന്ത്രിക്കുക എന്ന രീതിയിൽ കൂർമ്മപുരാണം നമുക്ക് പറഞ്ഞു തരുന്ന കഥകളും അതിന് ദർശനങ്ങളും എന്താണ് എന്ന് നാളെ ഞാൻ നിങ്ങൾക്ക് പുരാണ പ്രവചന സമയത്ത് വിശദീകരിച്ച് പറഞ്ഞു തരാം. ഇന്നിനിയിപ്പോൾ ഇത്രയും വൈകി അല്ലേ? ഇനി പറയണോ? ഇനിയിപ്പോൾ കൂർമ്മപുരാണം മുഴുവൻ പറയാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഒരു 12 മണിയാവും. അപ്പം അതുകൊണ്ട് നമുക്ക് നാളെ ഇതിന്റെ തുടർച്ചയായി നാളെ വേറെ 2 പുരാണം പറയാനുണ്ട് എന്ന് എനിക്കറിയാം. അതും കൂടി കൂട്ടിച്ചേർത്ത് നമുക്ക് ഈ അഷ്ടാംഗയോഗ പദ്ധതികളിലൂടെ കൂർമ്മപുരാണം എന്തൊക്കെ കഥകൾ മനോഹരമാണ്. നമ്മളിന്ന് മായാവതാരത്തെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, തലയിൽ മയിൽപ്പീലി വെച്ച് പൂർണ്ണ നഗ്നനായി സഞ്ചരിക്കുന്ന ഒരു ശ്രീകൃഷ്ണന്റെ ചിത്രം പുരാണത്തിൽ നമ്മൾ വായുപുരാണത്തിൽ കണ്ടു. ശിവപുരാണത്തിൽ അത് അർഹാവതാരം എന്ന രീതിയിലാണ് അവതരിപ്പിച്ചത്. എല്ലാ പുരാണങ്ങളിലും ഈ പറയുന്ന മായാവതാരത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ മായാവതാരത്തെയാണ് പലരും തെറ്റിദ്ധരിച്ച് ബുദ്ധാവതാരമെന്നും ജൈനാവതാരമെന്നും ഒക്കെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. ആ തെറ്റിദ്ധാരണകൾ തീർക്കാൻ എന്നെ പോലെയുള്ളൊരു ഇതുപോലെ പ്രഭാഷണം ചെയ്യുന്ന ഒരാൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല. കാരണം ഈ തെറ്റിദ്ധാരണകളൊക്കെ പരത്തിയവർ വലിയ 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 മഹാപണ്ഡിതന്മാരാണ്. അവരെഴുതിയ ഗ്രന്ഥങ്ങൾ സുശക്തമായി ഈ സമൂഹത്തിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്നെ പോലെയുള്ള ആളുകൾ പറയുന്നതൊന്നും ലോകം കേൾക്കുകയില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്താണ്? എൻ്റെ മുമ്പിലിരിക്കുന്നവരോട് ഈ പുരാണങ്ങളിലെ ഈ പറയുന്ന കഥാസാങ്കത്യങ്ങളെ എൻ്റെ യുക്തിക്കനുസരിച്ച് ആവുന്നത്ര സത്യസന്ധമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ്. അതിനെനിക്ക് അവസരമൊരുക്കി തന്ന മാരാരിക്കുളത്തപ്പൻ്റെ തിരുസന്നിധാനത്തിൽ നന്ദിയോടെ കൃതാർത്ഥതയോടെ
ആ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിലേക്ക് ഞാൻ ഈ വാക്കുകളെ നിങ്ങളുടെ ഹൃദയത്തിലൂടെ സമർപ്പിക്കുകയാണ്. നാളെ നമുക്ക് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ കേൾക്കാം. വായുപുരാണത്തിൽ സർഗവിസർഗ ലക്ഷണോപേതമായിരിക്കുന്ന കഥകൾ തന്നെയാണ് തുടരുന്നത്. ശിവപുരാണത്തിൽ നമുക്ക് നാളെ കുമാരഖണ്ഡത്തിലെ സുബ്രഹ്മണ്യന്റെ താരകാസുരവധം എന്ന കഥയും തുടർന്നുള്ളതായ യുദ്ധഖണ്ഡത്തിലെ കഥകളും വായുപുരാണത്തിലെ അതുമായി ബന്ധപ്പെട്ട് പറയുന്ന സർഗവിസർഗ ഭാഗങ്ങളിൽ ദക്ഷയാഗത്തിന് തുടർച്ചയായി വരുന്ന ദക്ഷകന്യാ വംശാവർണ്ണനമാണ്. അത് കൂട്ടിച്ചേർത്ത് നമുക്ക് പകല് ആ മനനം പൂർത്തിയാക്കാം. വൈകുന്നേരം പുരാണ മനനത്തോടൊപ്പം ഈ കൂർമ്മപുരാണത്തിന്റെ ബാക്കി ഭാഗവും കേൾക്കാം. കൈകൾ ശിരസിന് മുകളിൽ തൊഴിൽ പിടിക്കുക. കരചരണകൃതം